നിന്ന് നമ്മൾ രാമായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടു നിർത്തിയത് ശ്രീരാമസ്വാമി സീതാസ്വയംവരം കഴിഞ്ഞ് പരശുരാമനെയൊക്കെ നേരിട്ടും തരണം ചെയ്തും അയോധ്യയിലെത്തി. രാമൻ രാജകാര്യങ്ങളിലൊക്കെ ഇടപെട്ട്, രാമൻ മാത്രമല്ല, ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും ഒക്കെ അങ്ങനെ എല്ലാവരും ചേർന്നങ്ങനെ സുഖസന്തോഷത്തോടെ അല്ലലും അലട്ടലും ഒന്നുമില്ലാതെ കടന്നു പോകുമ്പോഴാണ് ഒരിക്കൽ ഭരതകുമാരനും ശത്രുഘ്നനും കേകയ രാജ്യത്തിലേക്ക് പോകുന്നതും. ഇവിടെയാണെങ്കിൽ രാജാവിന് ചില ദുർനിമിത്തങ്ങളും ശരീരത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനെ അലട്ടിയപ്പോൾ എത്രയും വേഗം രാമനെ യുവരാജാവായി വാഴിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ച് വസിഷ്ഠരോടും സുമന്ത്രരോടും മന്ത്രിമുഖ്യന്മാരോടും ചേർന്ന് കൂടിയാലോചിച്ച് തീരുമാനമെടുത്തു. ജ്യോതിഷികൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പൂയം നക്ഷത്രം വരുന്നുണ്ട്, ഉത്തമമായ നക്ഷത്രമാണ്, എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണ് എന്നെല്ലാം കുറിച്ചു കൊടുത്ത് രാജാവ് ഉത്തരവ് നൽകി. എത്രയും പെട്ടെന്ന് രാമനെ യുവരാജാവായി വാഴിക്കണമെന്ന്. അതിൻ്റെ ഒരുക്കങ്ങളും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളും ഒരു വശത്ത് നടക്കണം. നമുക്കറിയാം, പട്ടാഭിഷേകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യുവരാജ അഭിഷേകം എന്ന് പറയുന്നത് തീർത്ഥസ്ഥലങ്ങളിലെ വെള്ളം കൊണ്ടുവന്ന്, തീർത്ഥം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് കിരീടധാരണ വെക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ആ കിരീടം വെക്കുന്നതിന് മുമ്പ്, അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് രാജാവ് ആരാണോ യുവരാജത്വം ഏറ്റെടുക്കാൻ, രാജ്യത്വം ഏറ്റെടുക്കണം, അവർക്ക് ചില വ്രതനിഷ്ഠകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ രാമൻ ആ വ്രതനിഷ്ഠകളൊക്കെ സീതാദേവിയോടൊന്നിച്ച് അനുഷ്ഠിക്കുന്നു. ആ സമയത്ത് ഇവിടെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. കൊട്ടാരത്തിൽ യുവരാജാവായി രാമനെ അഭിഷേകം ചെയ്യുന്നതിന്റെ ഉത്സവ പ്രതീതി കണ്ട് സന്തോഷിച്ചു ആദ്യം കൈകേയി. കൈകേയിയുടെ സന്തോഷം കണ്ട് കൈകേയിയുടെ തോഴിയായ മന്ധര വളരെ അസ്വസ്ഥയായിട്ട് ചോദിക്കുകയാണ്, മൂഢേ, നീ എന്താ മനസ്സിലാക്കിയത്? നീ എന്താ ഈ അട്ടഹസിച്ച് ചിരിച്ച് സന്തോഷിക്കുന്നത്? നീ വരുന്ന അപകടങ്ങളൊന്നും മുൻകൂട്ടി കണ്ടില്ലേ? എന്താ നീ കാണുന്നത്? കൈകേയിക്കൊന്നും മനസ്സിലായില്ല തുടക്കത്തിൽ എന്താണ് മന്ധര ഉദ്ദേശിച്ചത്. പിന്നീട് കൈകേയിയുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വെക്കുകയാണ്. നിനക്കറിയുമോ, രാമൻ യുവരാജാവായാൽ ഇവിടെ കോസലപുത്രിയായ കൗസല്യായിരിക്കും ഇവിടുത്തെ രാജ്ഞി, രാജമാതാവ്. തീർച്ചയായിട്ടും രാമനോടൊന്നിച്ചിട്ടുള്ള ലക്ഷ്മണൻ അവിടെ വന്നാൽ സുമിത്രയ്ക്കും സ്ഥാനം ഉണ്ടാവും. ഭരതനെയും നിന്നെയും ആർക്ക് വേണം? ഇന്ന് നീ അനുഭവിക്കുന്ന ഈ രാജകീയ സുഖങ്ങളൊന്നും ഇനി നിന്റെ കൂടെ ഉണ്ടാവില്ല. നിന്നെ എല്ലാവരും ചവിട്ടിക്കൂട്ടി പുറത്തേക്കിടും. നിനക്കിനി റോട്ടിലായിരിക്കും സ്ഥാനം. അതുകൊണ്ട് നീ വരാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കാണുന്നില്ല. നീ അവഗണിക്കാൻ പോപ്പെടുകയാണ്, നീ ഒറ്റപ്പെടാൻ പോവുകയാണ്, നിന്നെ ആർക്കും ഇവിടെ വേണ്ടാതായി വരും എന്നൊക്കെ പറഞ്ഞ് കൈകേയിയുടെ മനസ്സിൽ തനിക്കെന്തോ നഷ്ടപ്പെടുന്നു, താൻ ഒറ്റപ്പെടുന്നു, താൻ അവഗണിക്കപ്പെടാൻ പോകുന്നു, താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി മാറാൻ പോകുന്നു, ഞാനും എൻ്റെ ഭരതകുമാരനും സ്ഥാനം പുറത്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൈകേയിയുടെ മനസ്സിനെ കൊണ്ടുപോവാൻ മന്ധരയ്ക്ക് സാധിച്ചു. ഈ ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതാണ് ഹിപ്നോട്ടിസം. ഒരാളുടെ മനസ്സിനെ കുറച്ചു നേരത്തേക്ക് അയാളുടെ സമബുദ്ധിയിൽ നിന്ന് മാറ്റാൻ സാധിക്കുക. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്, ഒരുപക്ഷെ കൂടെ ഉള്ളവർ പോലും നമ്മളെ വഴിതെറ്റിച്ചേക്കാം. ഇന്നിപ്പോ ഇത്തരം ഉള്ള ഈ തരത്തിലുള്ള ഈ മാസ്മരിക് സ്വാധീനങ്ങളൊക്കെ പ്രേമങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുക. അങ്ങനെ കുട്ടികൾ മതം മാറി കല്യാണം കഴിക്കുന്നതും പല തരത്തിലും വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പെട്ടുപോകുന്ന ഇത്തരത്തിലുള്ള ബ്രെയിൻ വാഷ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനെ, അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു. അപ്പൊ കുറച്ചു നേരത്തേക്ക് അവരച്ഛനെയും അമ്മയെയും വീട്ടുകാരെയും ഒക്കെ മറന്ന്, അല്ലെങ്കിൽ അവരെയൊക്കെ വിട്ടുകൊണ്ട് വേറൊന്നാണ് ശരി, ഇതൊന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നലിലേക്ക്. ഞാൻ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു കുട്ടികളെയൊക്കെ മുസ്ലിം കുട്ടികളായിട്ട് കൺവേർട്ട് ചെയ്താൽ അവരെ പറഞ്ഞ് കുറെ ധരിപ്പിക്കുന്ന കാര്യമുണ്ട്. അച്ഛനും അമ്മയും ചില പിശാചുക്കളെ പോലെയാണ്, അവരെയാണ്. അച്ഛനും അമ്മയൊന്നും ശരിയല്ല, അവരെയൊക്കെ അവർ തരുന്ന ഭക്ഷണം പോലും കഴിക്കരുത് എന്നൊക്കെയാണ്. കാരണം അവരൊക്കെ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാഫീറുകളാണ്. ഈ കാഫീറുകളൊക്കെ തരുന്നതൊക്കെ വിഷമാണ് എന്നൊക്കെയാണ് ഈ പാവങ്ങളെ പഠിപ്പിക്കുന്നത്. സ്വന്തം വീട്ടില് ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും അവർക്ക് കഴിക്കരുതെന്നാണ്. കാരണം ഹറാമാണ് അത്രേ അത്. അവർക്ക് കഴിക്കേണ്ടതൊക്കെ ഈ മുസ്ലിയാര് തുപ്പിയതും
ചൊല്ലിയതൊക്കെയുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? അവർ ഈ ഭക്ഷണമൊക്കെ മന്ത്രം ചൊല്ലി അതിന് ഹലാൽ എന്നൊക്കെയുള്ള പേര് കേട്ടിട്ടുണ്ടോ? ഈ ഹലാല് ഭക്ഷണം അതിൽ തുപ്പുകയൊക്കെ ചെയ്യവര്, മന്ത്രം ചൊല്ലി തുപ്പും. ആ മുസ്ലിയേര് തുപ്പുന്ന ഭക്ഷണമാണത്രേ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിനേക്കാൾ ശ്രേഷ്ഠം. ഇതൊക്കെ തലയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക കുട്ടികളെ. ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഇത്തരത്തിലുള്ള പല സ്വാധീനങ്ങളും നമ്മുടെ കുട്ടികൾ പെടുന്നുണ്ട്. ഉണ്ടോ? ഇങ്ങനെ കുട്ടികളെ തലയിൽ ചിന്തകൾ മാറ്റി അവരെ അവരുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഇതിന്റെ ആദ്യം തുടക്കം കുറിച്ച ഒരാള് മന്ദരയാണ്. മന്ദരയാണ് മതല്ല മാറ്റിയത്, മനം മാറ്റി. മന്ദര മതം മാറ്റിയില്ല, ഏത് മാറ്റി? മനം മാറ്റി. എന്താ മനം മാറ്റിയത്? രാജാവിനോടും രാമനോടും ഉണ്ടായ ആ ബഹുമാനത്തെ കൈകേയിയുടെ മനസ്സിൽ നിന്നും മാറ്റിയെടുത്ത് രാജാവും അതുപോലെ രാമനും മറ്റുള്ളവരും കൈകേയിയുടെ ശത്രുക്കളായി മാറി. നോക്കണം, രാജാവിനെ അത്രയും സ്നേഹിക്കുന്ന കൈകേയി, രാജാവ് എല്ലാ കാര്യത്തിലും തോളോട് തോള് ചേർന്ന് കൈകേയിയാണ് കൊണ്ടുപോവുക. കാരണം കൈകേയിക്കാണ് കുറച്ചുകൂടിയും ഒരു ശരീരത്തിനൊക്കെ അടക്കവും ഒതുക്കവും ഒരു കാണാൻ ഒരു കോലമൊക്കെ ഉള്ളത്. അപ്പൊ കൈകേയിയാണ് വേഷം കെട്ടി എവിടെയും കൊണ്ടുപോവുക. ആര്? രാജാവ്. നിങ്ങൾ ചോദിക്കും സ്വാമിക്ക് എങ്ങനെ ഇത്ര കൃത്യത അറിയണത് എന്ന്. ഈ രാമായണത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ ദശരഥ മഹാരാജാവും കൈകേയിയും തമ്മിലുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കണം. അത്രയും കൈകേയിക്ക് വേണ്ടി. നിങ്ങൾ നോക്കൂ, കൈകേയിയോട് പറയണം, നിനക്ക് വേണ്ടി ഞാൻ പാപം ചെയ്തവനെ ഞാൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം, പാപം ചെയ്യാത്തവനെ ഞാൻ തെറ്റ് ചെയ്യാത്തവനെ ജയിലിടാന്നൊക്കെ പറയുമ്പോൾ കൈകേയിയോടുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ആണോ? ഇത്രയും ഒരു സ്നേഹമുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തില് ഒരു നിമിഷം കൊണ്ട് ഭർത്താവിനെതിരെ തിരിയാൻ ഒരു ഭാര്യയ്ക്ക് പറ്റുമോ? ഈ ഉത്തരം നിങ്ങളാ തരേണ്ടത്. ഒരു തീവ്രമായ സ്നേഹബന്ധമുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവിനെതിരെ തിരിയാൻ ഭാര്യയ്ക്ക് സാധിക്കുമോ? ഞാൻ നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, സാധാരണ കാര്യമാണ് ചോദിച്ചത്. ഒരു ഭാര്യക്കെതിരെ, ഒരു ഭർത്താവിനെതിരെ ഒരു പെട്ടെന്ന് സഡനായി മനസ്സ് മാറ്റാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുമോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത അന്തം വിട്ട് നിൽക്കുന്നത്? സാധിക്കുമോ? ഇപ്പൊ നോക്കൂ, പല വീടുകളിലും നടക്കുന്ന കാര്യമാണ്. അപ്പൊ മക്കള്, അമ്മയും അച്ഛനും ഒക്കെ പറയോ, അല്ലെങ്കിൽ അമ്മ പറയോ, അയ്യോ അവളെ ഹൃദയം എനിക്കറിയാം, അല്ലെ അവന്റെ ഹൃദയം എനിക്കറിയാം, ഞാൻ പറഞ്ഞതിനപ്പുറത്ത് ഒരടി അവൻ പോവില്ല, അല്ലെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല, അത്ര എന്നോട് സ്നേഹമുള്ള കുട്ടിയാണെന്നൊക്കെ പറയാറില്ലേ? ആ കുട്ടികൾ സ്വന്തം അമ്മയും അച്ഛനെയും എതിർത്ത് പറയാറില്ലേ? സ്വന്തം അച്ഛനെയും അമ്മയും വെറുക്കാറില്ലേ? സ്വന്തം അച്ഛനെയും അമ്മയും ശത്രുക്കളായി കാണാറില്ലേ? ഉണ്ടോ? ഇല്ലയോ? അപ്പോ ഈ തരത്തിൽ മനുഷ്യന്റെ മനസ്സ്, ഇത് നമ്മൾ വിചാരിക്കും മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം മനസ്സാണെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അതിനെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്? കാരണം അത് സ്വാധീനിക്കപ്പെട്ടേക്കാം. അത് പലരുടെയും സ്വാധീനത്തിൽപ്പെട്ടേക്കാം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ ചെറിയ ചെറിയ കച്ചവടക്കാർ വന്നിട്ട് ഓരോ സാധനം കാണിച്ചിട്ട് പറയാണ്, നോക്കൂ, ഇത് മാർക്കറ്റിൽ വലിയ വിലയാണ്, ഇത് പണ്ടത്തെ സ്റ്റോക്ക് ആയതുകൊണ്ട് ഈ വിലയ്ക്ക് എനിക്ക് തരാൻ പറ്റുന്നത്, ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ചോ, ഇനി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പം നിങ്ങള് ശരി എന്നാ പിന്നെ അത് വാങ്ങിച്ചേക്കാന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ പകുതി വിലയ്ക്ക് അവിടെ കൊടുക്കുന്നുണ്ടാവും, ഇല്ലേ? അപ്പോഴാ നമ്മൾ മനസ്സിലാക്കുക നമ്മള് പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. ഈ രീതിയിലൊക്കെ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് കാശുണ്ടാക്കുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ചെറിയ ചെറിയ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇത് അവിടുന്ന് കൊണ്ടുവന്നാണ്, ഇവിടുന്ന് കൊണ്ടുവന്നതാണ്, അതിന് അത്ര വിലയുണ്ട്, ഇത് ബ്ലാക്ക് മാർക്കറ്റ് കൂടെ കിട്ടിയതുകൊണ്ടാണ് ഇതിന് ഇത്ര വിലയേ ഉള്ളൂ, വേണമെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നവരുണ്ട്. അപ്പൊ അതിലങ്ങോട്ട് ചിലര് വീണു പോവും. ഈ വീഴുന്നവരെയാണ് അവർ വേഗം പിടിക്കുക, വേഗം വീഴാൻ സാധ്യത ഉള്ളവരെ. അല്ലാത്തവരെ അത്ര വേഗത്തിൽ അവർക്ക് പിടിക്കാൻ സാധ്യല്ല. അപ്പൊ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും. ഇവിടെ കൈകേയിയുടെ മനസ്സ് നോക്കണം. ദശരഥ മഹാരാജാവിന്റെ കൂടെ ചേർന്ന് ജീവിക്കുന്ന കൈകേയിയുടെ മനസ്സിനെ ദശരഥ മഹാരാജാവിനെ എതിരാക്കാൻ കൂടെയുള്ള തോഴിക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ ആ രാജാവിനും കൈകേയിക്കും തമ്മിൽ മാനസിക ബന്ധം എത്ര തീവ്രമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഇത് നമുക്കുള്ളൊരു വലിയ ഒരു പാഠമാണ് അല്ലേ? അപ്പൊ നമ്മളൊക്കെ ഓർക്കണം, ഒരാളുടെ മനസ്സും യഥാർത്ഥത്തിൽ ആരുടെ കൂടെയും ഇല്ല എന്നൊരു സത്യം നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ഇത് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നുണ്ടല്ലോ പലപ്പോഴും ഈ വ്യക്തിബന്ധത്തില് രാമായണത്തെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ ഭാര്യാഭർത്ത ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഭാര്യയും ഭർത്താവും അത്ര സ്നേഹത്തിൽ ജീവിക്കുന്നു. എന്നാൽ കുറെ കഴിഞ്ഞാൽ ചിലർക്ക് അൽഷീമേഴ്സോ പലതരത്തിലുള്ള ഡിപ്രഷനോ വന്ന് വളരെ മാനസികമായി സമനില തെറ്റി പോകുന്ന ആളുകളുണ്ട്. ഉണ്ടോ? അപ്പോഴാണ് ഭാര്യ വളരെ ദുഃഖത്തിലാവുക, അല്ലെങ്കിൽ ഭർത്താവ് ദുഃഖത്തിലാവുക. കാരണം ഇത്രയും കാലം നല്ലൊരു ആരോഗ്യമുള്ള മനസ്സോടുകൂടി നിന്നൊരാള് ഇപ്പോൾ മാനസികമായി താളം തെറ്റിയെന്നാണ്. എവിടെയോ തനിക്ക് പിടുത്തമുണ്ടായിരുന്ന ഒരാളുടെ മനസ്സ് തൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു വേദന വിഷമം ഉണ്ടാവാറുണ്ടോ? എത്രയോ ആളുകൾ അനുഭവിക്കുന്നതാണ്. അങ്ങനെയാണ് പലരും ഡിപ്രഷനിലേക്ക് പോവുക. കാരണം താൻ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നല്. ഇവിടെയൊക്കെയാണ് ആത്മീയത നമുക്ക് ആവശ്യം. എന്താണ് ഇത്? കുട്ടിക്കാലത്തെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ദുർബലത, മനസ്സിന്റെ ദുർബലത പലപ്പോഴും ചൂഷണം ചെയ്യപ്പെട്ടേക്കും. മനസ്സിന്റെ ദുർബലത മറ്റുള്ളവര് ചൂഷണം ചെയ്യപ്പെട്ടേക്കും. എന്താണ് മനസ്സിന്റെ ദുർബലത എന്ന് പറയുന്നത്? ഇത് മനസ്സിലാക്കിയെടുക്കണം. മനസ്സിന്റെ ദുർബലത നമ്മൾ പറയാറുണ്ട്. ദുർബലത എന്ന് പറയുന്നത് സ്വാർത്ഥ സുഖം എന്നാണ്. സ്വാർത്ഥ സുഖത്തെയാണ് ദുർബലത എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലൊക്കെ സ്വാർത്ഥ സുഖങ്ങളുണ്ട്. എന്നാൽ ഏതൊരു വ്യക്തിക്കാണോ തൻ്റെ സ്വാർത്ഥ സുഖത്തെ ത്യാഗം ചെയ്യാനുള്ളൊരു മനസ്സ്, ഈ ത്യാഗം എന്നുള്ള വാക്കും വളരെ ശ്രദ്ധിക്കണം. പൊതുവേ നമ്മൾ ത്യാഗം എന്ന വാക്ക് ഉപയോഗിക്കുക വീട്ടുകാർക്ക് വേണ്ടി ത്യാഗം ചെയ്യും. അപ്പൊ പൊതുവെ സ്ത്രീകളുടെ മനസ്സ് കുറെ കൂടി വിശാലമാണ്. അവര് കുടുംബത്തിന് വേണ്ടി മനസ്സിനെ ത്യാഗം ചെയ്യും. ഭർത്താവിന്റെ സുഖം, മക്കളുടെ സുഖം എന്നൊക്കെ പറഞ്ഞ് അവര് കുറെ തൻ്റെ സുഖങ്ങളെ മാറ്റി നിർത്തും. ഇപ്പൊ രാത്രി 12 മണിക്ക് കിടന്നുറങ്ങിയാലും കാലത്ത് നേരത്തെ എണീറ്റ് മക്കളുടെ കാര്യം നോക്കും. അതിന് അവർക്ക് അവിടെ പോകണം, ഇവിടെ പോകണം. അതുകൊണ്ട് അവരുടെ ഉറക്കം അവരത്ര ശ്രദ്ധിക്കില്ല. കാരണം ഒരു ത്യാഗ ജീവിതം അവർക്കുണ്ട്. പക്ഷെ അപ്പോഴും ആ ത്യാഗത്തിന്റെ പിന്നിലും ഒരു സ്വാർത്ഥത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോ എൻ്റെ കുട്ടികള് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ എന്നുള്ളൊരു ഭാവമുണ്ട്. ഇവിടെ ത്യാഗം എന്ന് പറയുന്നത് എൻ്റേതിന് വേണ്ടി ത്യാഗം ചെയ്യല്ല, എന്നെ ത്യാഗം ചെയ്യണം. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും തന്നെ തന്നെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ്. അപ്പൊ തന്നെ തന്നെ ത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവിടെയാണ് കൃത്യമായ അനുഷ്ഠാനങ്ങളുടെ മഹത്വം. അപ്പൊ കാലത്തെണീറ്റ് നിങ്ങൾ കുറച്ചു നേരം ഇരുന്ന് ജപിക്കുന്ന സംസ്കാരമുള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾ ശരിക്കുള്ള ത്യാഗം ചെയ്യാണ്. ആരെയാണ് നിങ്ങൾ ത്യാഗം ചെയ്യുന്നത്? നിങ്ങളെ തന്നെ ആ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനത്തിലേക്ക്, ജപത്തിലേക്ക് നിങ്ങൾ ത്യാഗം ചെയ്യുന്നു. അങ്ങനെ ത്യാഗം ചെയ്തതുകൊണ്ട് എന്താ കിട്ടുന്നത്? എവിടെ നമ്മളെ ത്യാഗം ചെയ്യുന്നോ അവിടെ മനസ്സിന് സമചിത്തതയും സമബുദ്ധിയും മനോബലവും ഉണ്ടാവുന്നു. എത്ര കണ്ട് നമ്മളെ ത്യാഗം ചെയ്യുന്നുണ്ടോ അവിടെയാണ് മനോബലം ഉണ്ടാവുന്നത്. ഈ മനോബലമില്ലായ്മയാണ് പലരും നമ്മുടെ മനസ്സിനെ ചൂഷണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് നമ്മുടെ കൂടെയുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ ജീവിച്ച് ആ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഇരുന്ന് ദുഃഖിച്ച് കരഞ്ഞ് വിഷമിച്ച് ഞാൻ ഒറ്റപ്പെട്ടു, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെയുള്ള പരിഭവങ്ങളും പരാതികളും പറയുന്നത്. ഇന്ന് നല്ലൊരു ശതമാനം പെൺകുട്ടികളും വിവാഹത്തിന് ശേഷം പറയുന്ന വാക്കാണ് ആത്മാർത്ഥമായ സ്നേഹമില്ല. ഞാൻ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും സഹിച്ച് മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും എൻ്റെ സുഖത്തെക്കുറിച്ചോ എൻ്റെ സൗകര്യത്തെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കുള്ളൊരു പരാതിയാണത്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർക്കൊക്കെയോ വേണ്ടി ത്യാഗം ചെയ്യുന്നു, എന്നാൽ എനിക്ക് വേണ്ടി ആരും ത്യാഗം ചെയ്യുന്നില്ല. എന്നെല്ലാവരും മുതലെടുക്കുന്നു, എന്നെല്ലാവരും ചൂഷണം ചെയ്യുന്നു. ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആളുകൾക്ക്? പറയൂ. അതല്ലേ ഇന്ന് ഇത്രയും ഡൈവേഴ്സ് കൂടി വരുന്നത്? അത്രയും അല്ലേ? അല്ലെങ്കിൽ ഇത്രയധികം ഡൈവേഴ്സ് വരേണ്ട കാര്യമില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങളാണ്. ഞാൻ പലർക്കും വേണ്ടി കഷ്ടപ്പെടുന്നു, പക്ഷേ എൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വേണ്ടതൊന്നും ആരും ചെയ്തു തരുന്നില്ല. അങ്ങനെ ഒരു പരാതിയല്ലേ? അതുകൊണ്ടാണ്
കോടതിയിലൊക്കെ പറയുന്നത് എന്ത്? എല്ലാവർക്കും പറയാനുള്ള വാക്കതാണ്, അഡ്ജസ്റ്റ്മെന്റുകളില്ല, ഞങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നില്ല, മാനസികമായ ഐക്യമില്ല. എന്താ മാനസികമായിട്ട് ഐക്യമില്ലാത്തത്? ഞാൻ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തരുന്നില്ല. എന്നെ എല്ലാവരും മുതലെടുക്കുകയാണ്, എന്നെ ചൂഷണം ചെയ്യാണ്, എന്നെ എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. അങ്ങനെയല്ലേ പറയുക? ആണോ അല്ലയോ? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ മറ്റുള്ളവർ സ്നേഹിച്ചില്ല എന്ന് വരാം, നമ്മളെ മറ്റുള്ളവർ പരിഗണിച്ചില്ല എന്ന് വരാം, പക്ഷെ നമ്മളെ തളർത്താൻ ഒരാളെയും അനുവദിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹവും നമ്മുടെ സുഖവും നമ്മുടെ ശക്തിയും നമ്മൾ കണ്ടെത്തേണ്ടത് അനുഷ്ഠാനത്തിലായിരിക്കണം. എന്തിലായിരിക്കണം? അത് ഓർമ്മിപ്പിക്കുകയാണ്. കൈകേയിക്ക് സൗന്ദര്യമുണ്ട്, കൈകേയിക്ക് ശരീരത്തിനെല്ലാം ആകൃതിയുണ്ട്, ശരീരത്തിന് നല്ല മനസ്സിന് ശാരീരവുമുണ്ട്, മനസ്സിന് നല്ല വാചാല സൗന്ദര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കൈകേയിക്കുണ്ട്. പക്ഷെ കൈകേയിക്കില്ലാതെ പോയത് മനോബലം മാത്രമാണ്. ഒരു ആത്മീയമായ മനോബലം കൈകേയിക്ക് നേടിക്കൊടുക്കാൻ ഒരു ഭർത്താവായ ദശരഥന് സാധിച്ചില്ല. ഇത് ഇന്നത്തെ കുട്ടികൾക്കുള്ള വലിയൊരു ചിന്തയാണ്. ഇന്ന് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ കല്യാണം കഴിച്ചാൽ ഗുരുവായൂരും മറ്റു ക്ഷേത്രങ്ങളിലും പോകും, ഒന്ന് ഭഗവാനെ പോയി തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി. ഇന്നിപ്പം പോകുന്നത് നേരെ കൊടൈക്കനാലാണ്. രണ്ടും തിരിച്ചു വരുമ്പം കൊടയുണ്ടാവില്ല, കനാലുണ്ടാവും. അടി ഇടി ബഹളം രണ്ടും കൂടി ചീത്ത, അങ്ങനെ ബഹളം വെച്ച് ഒരാൾ കനാലിലും ഉണ്ടാവും, ഒരാൾ റോട്ടിലും ഉണ്ടാവും. ഇതാണ് ഇന്നിപ്പോ നമ്മള് ഇവരുടെയൊക്കെ ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. പോകുന്ന സമയത്ത് ഹണി ഉണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ രണ്ടും മൂണിലാണ്. ആ അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ എന്തിനാ നിങ്ങളോട് തമാശ പറയല്ല. വാസ്തവത്തിൽ എന്താ പറ്റുന്നത്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അവരുടെ ഉള്ളിൽ വരേണ്ടതാണ്. അതായത് സ്വാർത്ഥതയിലുള്ള സ്നേഹബന്ധങ്ങൾക്കൊന്നും അധികം ആയുസില്ല. സ്വാർത്ഥതയൊക്കെ കുറച്ചു കാലേ പോവുള്ളൂ. ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവീകമായ സ്നേഹമാണ്, ആത്മസ്നേഹമാണ്. അത് അനുഷ്ഠാനത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങൾ നോക്കൂ, കൃഷ്ണൻ ഗോപികമാരത്ത് 14 വർഷം വൃന്ദാവനത്തിൽ താമസിച്ചു. അത് കഴിഞ്ഞ് 14ാമത്തെ വർഷം കൃഷ്ണൻ വൃന്ദാവനം ഉപേക്ഷിച്ചു. നിങ്ങൾക്കറിയാലോ, കൃഷ്ണന്റെ ജീവിതത്തിൽ രുക്മിണീ ദേവിയും സത്യഭാമയും ഒക്കെ കൃഷ്ണന്റെ ഭാര്യമാരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ വിളിച്ചു വരുന്നത് രാധാകൃഷ്ണൻ എന്നാണ്. എന്നാൽ രാധയൊട്ട് കൃഷ്ണനെ കെട്ടിയിട്ടുമില്ല, ഇല്ലേ? രാധാകൃഷ്ണന്റെ ഭാര്യയല്ല. രാധാകൃഷ്ണന്റെ ആരാണ്? രാധാകൃഷ്ണന്റെ ആരാണ്? സഖിയാണ്, കാമുകിയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണന്റെ ലപ്പ്. എന്താ അതിന് ഭാഷ എന്ന് എനിക്കറിയില്ല, അല്ലെ? കൃഷ്ണന്റെ ഒരു ലപ്പാണ് ആര്? രാധ. അത്രയേ ഉള്ളൂ, അല്ലേ? എന്താ ഇന്നത്തെ ഭാഷ എനിക്കറിയില്ല. ഇന്ന് പുതിയ പുതിയ ഭാഷകളൊക്കെയാണല്ലോ, ജെൻസി എന്നൊക്കെ പറയുന്ന പോലെ പുതിയ ഭാഷകളാണ്. അപ്പോ ഈ തരത്തില് കൃഷ്ണന്റെ ഒരു കാമുകിയായിരിക്കുന്ന ഒരു രാധയെ അവസാനം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൃഷ്ണൻ തേച്ചൊട്ടിച്ചു പോയി, ഇല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ ഭാഷ പറയുക. അവൻ തേച്ച് ഒട്ടിച്ചു പോയി എന്നൊക്കെ ഇല്ലേ ഭാഷ. കൃഷ്ണൻ 14 വർഷം കഴിഞ്ഞ് വൃന്ദാവനം വിട്ടുപോയി. എന്നാൽ ആ രാധ മോങ്ങിക്കരഞ്ഞ് റോട്ടിൽ കടന്നിട്ട്, കനാലിൽ കടന്നിട്ട് കരഞ്ഞില്ല. എന്നെ ഒരു വഴിക്കാക്കിയിട്ട് എന്നെ പറ്റിച്ച്, എന്നെ ചതിച്ച്, എന്നെ വഞ്ചിച്ച് പോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി പോക്സോ കേസ് കൊടുക്കാൻ രാധ പോയില്ല. ഇന്നാണെങ്കിൽ കൃഷ്ണന്റെ പേരിൽ പോക്സോ കേസ് വന്നിട്ടുണ്ടാവും, ആണോ? അതാണ് അവസ്ഥ. എന്നാൽ രാധ കേസ് കൊടുക്കാനൊന്നും കേസ് പോയില്ല. കാരണം രാധ തളർന്നില്ല. കാരണം കൃഷ്ണനും രാധയും നേരത്തെ വളരെ മനോഹരമായിട്ട് നമ്മൾ അഷ്ടപതിയിൽ കേട്ടില്ലേ? കൃഷ്ണന്റെ പ്രേമം എന്ന് പറയുന്നത്, രാധയുടെ പ്രേമം എന്ന് പറയുന്നത് കേവലം കൃഷ്ണനാകുന്ന വ്യക്തിയോടായിരുന്നില്ല, ആ ദൈവീകതയോടായിരുന്നു. കൃഷ്ണനിലുള്ള ആ ഒരു ദൈവീകമായ ശക്തി, അത് അനുഭവിച്ചറിഞ്ഞ ആളാണ് ആര്? രാധ. ഒരു ഭാര്യയിലുള്ള ദൈവീകത, ഭർത്താവിലുള്ള ദൈവീകത, ഇത് കണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ രണ്ടുപേരിലും ഒരു അനുഷ്ഠാന സംസ്കാരം ഉണ്ടാവണം. അതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത്. കുറച്ചു നേരത്തേക്കെങ്കിലും ദിവസവും പൂജാമുറിയിലോ ക്ഷേത്രങ്ങളിലോ പോയി നാമജപ സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദൈവീകമായ ശക്തി രണ്ടുപേരിലും ഉണർന്നു വരുമ്പോൾ, ആ ദൈവീകമായ ശക്തിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോൾ
അവിടെ പരിഭവങ്ങളും പരാതികളും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, കൈകേയി ദശരഥനെ വെറുക്കുന്നു. തൻ്റെ പുത്രന് രാജ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ദശരഥൻ മരിച്ചാൽ പോലും കൈകേയിക്ക് വിരോധമില്ല. ഉണ്ടോ? എന്നാൽ ഗർഭിണിയായ സീതയെ രാമൻ പാടെ അവഗണിച്ചു. വാത്മീകി ആശ്രമത്തിൽ പ്രസവിക്കുന്ന സീതാദേവിയെ ഒന്ന് പോയി കാണാനോ ആ കുട്ടികളെ ഒന്ന് കാണാനോ, കുട്ടികൾക്ക് പേരിടേണ്ട കർത്തവ്യെങ്കിലും അച്ഛനൊക്കെ അല്ലേ, അതിനൊന്നും രാമൻ പോയിട്ടേ ഇല്ല. ഉണ്ടോ? എന്നിട്ട് ആ രാമന്റെ ചരിതമാണ് ഈ ലവകുശന്മാരെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ബന്ധം ഒരു വ്യക്തിബന്ധമായിരുന്നില്ല, അതൊരു ആത്മബന്ധമായിരുന്നു. അപ്പൊ രാമൻ എന്ന വ്യക്തിയല്ല സീത കണ്ടത്, രാമനിലുള്ള ദൈവീക ഗുണങ്ങളെയാണ്. ഇതുപോലെയാണ് സീതയിലുമുള്ള ദൈവീക ഗുണങ്ങളെയാണ് ആര് കാണുന്നത്? രാമൻ കാണുന്നത്. സീത അത്ര ഉറപ്പാണ് രാമന്. സീത ഇതെല്ലാം തരണം ചെയ്യാൻ കഴിവുള്ളവളാണ്. മനസ്സിലായില്ലേ? ആ ഒരു ധൈര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ദശരഥ മഹാരാജാവ് ഒരു വശത്ത് രാമനെ യുവരാജാവാക്കി തീർക്കാനുള്ള പദ്ധതികളും സ്വപ്നങ്ങളും മോഹങ്ങളും അങ്ങനെ തലയിൽ വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ പറയുന്ന തീരുമാനം മാത്രമേ എൻ്റെ ഭാര്യമാരും എടുക്കുകയുള്ളൂ, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ആരും തടസ്സം പറയില്ല എന്നൊക്കെയുള്ളൊരു മുൻവിധി ആർക്കുണ്ടായിരുന്നു? ദശരഥ മഹാരാജാവിനുണ്ടായിരുന്നു. എന്നാൽ ദശരഥ മഹാരാജാവ് തിരിച്ച് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ കൈകേയിയെ കാണുന്നില്ല. കൈകേയിയാണെങ്കിൽ ക്രോധാലയത്തിലാണ്. അപ്പൊ അതിന് ക്രോധാലയത്തിൽ എത്താനുള്ള കാരണം ഇതെല്ലാം കൈകേയിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മന്ദരയാണ്. അപ്പൊ ആ മന്ദരയുടെ സ്വാധീനത്തിലേക്ക് കുറച്ചു നേരത്തേക്ക് കൈകേയി പെട്ടുപോയി. അപ്പൊ മന്ദര പറയുന്നത് വളരെ ശരിയായി കൈകേയിക്ക് തോന്നുകയാണ്. എന്താണത്? രാമൻ യുവരാജാവായാൽ കൗസല്യായിരിക്കും രാജമാതാവ്, ലക്ഷ്മണനും അവിടെ വരും, അപ്പൊ സുമിത്രയ്ക്ക് സ്ഥാനം ഉണ്ടാവും, ഭരതനെയും എന്നെയും ഇവിടെ ആർക്കും വേണ്ടാതാവും. അപ്പൊ താൻ ഒറ്റപ്പെട്ട്, താൻ അവഗണിക്കപ്പെട്ട്, താൻ അവജ്ഞയോടുകൂടി പുറത്ത് ജീവിക്കേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ഭാര്യയായി, പത്നിയായിട്ട്, രാജ്ഞിയായിട്ട് വിലസുന്ന താൻ ഇനി കൊട്ടാരത്തിൽ ആരുമല്ലാതായി തീരുന്ന ഒരവസ്ഥ. എന്നാൽ ഈ കൈകേയിക്ക് ഒരു കാര്യം ചിന്തിക്കാമായിരുന്നു, അത് ദശരഥൻ മരിച്ചതിന് ശേഷമല്ലേ ഉണ്ടാവുള്ളൂ, ദശരഥൻ മരിക്കുന്നത് വരെ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ലേ? എന്നാൽ അതുപോലും ചിന്തിക്കാൻ ആര് തയ്യാറായില്ല? കൈകേയിയുടെ വിചാരം നാളെ തന്നെ രാമൻ രാജാവായി, രാജമാതാവായി, കൗസല്യ വന്നു, രാജ്ഞിയായിട്ട് സീത വന്നു, ദശരഥൻ മരിച്ചു പോയതുപോലെയാണ് ആര് കാണുന്നത്? കൈകേയി കാണുന്നത്. അപ്പൊ നോക്കൂ, എന്ത് സ്നേഹമാണ് കൈകേയിയുടെ ഉള്ളിൽ ആ രാജാവിനെ കുറിച്ചുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം, എനിക്ക് തോന്നുന്നു കൈകേയി രാജാവിനെ കാണുന്നത് കുറെ കാമവികാരങ്ങളുള്ള ദുർബലനായ ഒരാളായിട്ടാണ്. അദ്ദേഹത്തിന് കുറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് കൈകേയിയെ അയാൾ കണക്കാക്കിയിരിക്കുന്നത്. അവർ തമ്മിലൊരു ആത്മബന്ധം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ കേവലം ഒരു ആത്മബന്ധമില്ലാതെ ഒരു ശരീരബന്ധം വെച്ച് പുലർത്തുന്നിടത്ത് മാനസികമായ ഐക്യവും ഒത്തൊരുമയും ഉണ്ടാവില്ല. അപ്പൊ മനുഷ്യന്റെ ബന്ധങ്ങള് ശരീരതലത്തിൽ നിന്നും മനുഷ്യന്റെ ആത്മീയ തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ പരസ്പരമായ മാനസിക ബഹുമാനവും ഇരുത്തവും പൊരുത്തവും മഹത്വവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. രാമായണം നമ്മൾ വെറുതെ വായിക്കുകയല്ല. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട ഒരു സന്ദേശം ഇതാണ്. കല്യാണം കഴിഞ്ഞ് അല്പം പോലും ഒരു 10 മിനിറ്റ് പോലും നാമം ചെല്ലാൻ അവർക്ക് സമയമില്ലെങ്കിൽ ഒരാത്മീയ ബന്ധമില്ലാത്ത ബന്ധങ്ങളൊന്നും ഒരു കാലത്തും തുടർച്ചയായിട്ട് നിലനിന്ന് പോവില്ല. കുറെ കഴിഞ്ഞാൽ സ്വാർത്ഥത ഉയർന്നു വന്ന്, അഹങ്കാരം ഉയർന്നു വന്ന് ഏത് ബന്ധങ്ങളെയും തകർക്കാൻ അധിക സമയം വേണ്ട. ആർക്ക് വേണമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ അവരെ എളുപ്പത്തിൽ സാധിക്കും. മനസ്സിലായില്ലേ? ഒരു നിമിഷം കൊണ്ട് ബന്ധങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കും. ഇതൊന്നും ഇന്ന് നമ്മുടെ ഹിന്ദുക്കൾ അത്ര ഗൗരവമായി എടുക്കുന്നില്ല. കാരണം നമുക്കൊരു ആത്മീയതയിൽ ഒരു തെറ്റുപറ്റിയത് എന്താണെന്ന് വെച്ചാൽ, അച്ഛനമ്മമാര് ക്ഷേത്രത്തിൽ പോവുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു അധപ്പതിച്ച സംസ്കാരം നമ്മുടെ സൗത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടിപ്പോയി. നിങ്ങൾ നോർത്തിൽ പോയാൽ ഇത് കാണില്ല. കാരണം അവിടെ എന്താന്ന് വെച്ചാൽ അച്ഛനമ്മമാര് പ്രാർത്ഥിക്കുന്നതല്ല, അവർക്കൊരു ഗുരുത്വം പണ്ടേ ഉണ്ട്. ഏത് ആളുകളും പല ഗുരുക്കന്മാരുമായി ചേർന്ന ഒരു സംസ്കാരമുണ്ട്. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻകാരുടെ സംസ്കാരം അറിയുമെന്ന് അറിയില്ല. ഒരു കുട്ടി പോലും ഉണ്ടാവില്ല
ഈ രാമചരിത മാനസത്തിലെ ഹനുമാൻ ചാലീസ എന്ന് പറയുന്ന ഒരു ഭാഗം അറിയാത്തവരായിട്ട്, ഏത് കൊച്ചു കുട്ടികളെയും അവരത് പഠിപ്പിച്ചെടുക്കും, ഹനുമാൻ ചാലീസ. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരമുണ്ടോ നോക്കൂ. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ അറിയോ? അതൊന്നും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഇതാണ് ചൊല്ലേണ്ടത്, നമ്മൾ നിർബന്ധമായി വിഷ്ണു സഹസ്രനാമം ചൊല്ലണം, നമ്മൾ ലളിതാ സഹസ്രം. ഇപ്പൊ കർക്കിടക മാസമാണ്, നിങ്ങളൊന്ന് ആലോചിച്ചു. എല്ലാവർക്കും അറിയാം കർക്കിടക മാസം നമ്മൾ പവിത്ര മാസമായിട്ട് കാണുന്നു എന്നുള്ളത്, അല്ലേ? എന്നാൽ എത്ര വീടുകളിൽ ഈ ലളിതാ സഹസ്രനാമ ജപം ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. കുറെ അമ്മമാരിരുന്ന് ചൊല്ലുന്നുണ്ടാവും, പക്ഷെ കുട്ടികളുടെ ഇടയിൽ ഇത് ചൊല്ലുന്ന സംസ്കാരം വളരെ കുറവാണ്. എന്നാൽ ഇതിൽ മാറ്റമുണ്ട്, ഇല്ല എന്നല്ല. കാരണം പുറത്തു പോകണം, കേരളത്തിന് പുറത്തേക്ക് പോകണം. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ സപ്താഹം നടത്തിയപ്പോൾ, ഞങ്ങൾ ലളിതാ സഹസ്രനാമം നടത്തിയപ്പം അതിശയം 200ഓളം ചെറുപ്പക്കാരാണ് പങ്കെടുത്തത്. അപ്പൊ ഇത്രയും ചെറുപ്പക്കാർ അവിടെ വന്ന് അതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനോടുള്ളൊരു മഹത്വം അറിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇതെന്നൊക്കെ ഒരു മനസ്സിലാവേണ്ടത്, നമ്മൾ കേരളത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചെറിയൊരു അവഗണന. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരാണ് ഇതിന്റെ ശത്രുക്കള്. കാരണം അവര് കുട്ടികളിലേക്ക് ഇത് വേണ്ടതുപോലെ പകർന്നു കൊടുത്തിട്ടില്ല. അവര് വെറും ട്യൂഷൻ കുട്ടികളായി വളർന്നതുകൊണ്ട്, വെറും സ്കൂളുമായി മാത്രം ബന്ധമുള്ള ഒരു ജീവിതം വളർന്നു വന്നുകൊണ്ട് അവർക്ക് ഇതിനോടൊന്നൊരു പ്രതിപത്തില്ല. അമ്പലത്തിൽ പോകുന്നത് ഉത്സവ സമയത്താണ്, ഉത്സവം കാണുന്നു, കുറെ പ്രോഗ്രാം കാണുന്നു. അതും വല്ലവരും ഇനി അമ്പലത്തിൽ ഇപ്പൊ ആള് കൂടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, റിമി ടോമിയൊക്കെ വരണം, എന്നാലേ അവര് ഡാൻസ് കളിച്ചാലേ അമ്പലത്തിൽ ഒരു ചൈതന്യം വരുള്ളൂ. നോക്കണം. അപ്പൊ അമ്പലത്തിലെ വിഗ്രഹത്തിനോ അമ്പലത്തിലെ പൂജയ്ക്കല്ല ചൈതന്യം ഉള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളത്തിന് വെക്കണം, ആണോ? പ്രത്യേകിച്ച് നിങ്ങളുടെ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. ഇന്ന സ്ഥലത്തുള്ള ആന വരുന്നു പറഞ്ഞാൽ എന്താ ഭക്തന്മാരുടെ ഒരു തിരക്ക് നോക്കൂ. നമ്മൾ വിചാരിക്കും ഭക്തി ആനയെ കാണാൻ വന്നാ. ആലോചിച്ച് നോക്കൂ. ഇതുപോലെ മറ്റ് കലാപരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ, ഞാൻ പറയുന്നത് മുതിർന്നവരെ കാര്യമില്ല, കുട്ടികൾ പൊതുവെ അമ്പലങ്ങളിൽ വരുന്നത്, ആണോ? ഞാനിവിടെ 2 ദിവസമായി, എത്ര കുട്ടികൾ ഈ അമ്പലത്തിൽ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുമല്ലോ? വളരെ കുറവാണ്. ഇനിയിപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ സപ്താഹം നടത്തും. ആ ഗുരുവായൂരില് ഇപ്പോഴത്തെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം, അപ്പൊ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ശ്രീകോവിൽ നിങ്ങളുടെ എന്താണ് അതൊക്കെ എഴുന്നള്ളിച്ച് വരുന്നൊക്കെ എനിക്ക് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പൊ അത്ഭുതം തോന്നാറുണ്ട്. കുട്ടികൾ വളരെ കുറയുകയാണ്. കുറേ പ്രായമുള്ളവരാണ് അമ്പലങ്ങളിൽ കൂടി വരുന്നത്. അപ്പൊ കുട്ടികൾ എന്താ ഈ വഴിക്ക് വരാത്തത്? അവിടെ പോയാൽ എന്താ ചെയ്യേണ്ടത്, എന്താ ചൊല്ലേണ്ടത് എന്നതൊന്നും അച്ഛനമ്മമാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല. അവര് നോക്കുമ്പോ ഇങ്ങനെ തൊഴണം, കൈകൂപ്പി കുറെ കറങ്ങണം, പായസം വാങ്ങിക്കണം, പിന്നെ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ മസാല ദോശയും കഴിക്കണം, പിന്നെ എന്തെങ്കിലും ഷോപ്പ് ചെയ്യണം. ഈ തരത്തിൽ പുറത്തിറങ്ങിയാൽ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചും അത് ഇന്ന സ്ഥലത്ത് നല്ല മസാല ദോശ കിട്ടും, ഈ കാര്യങ്ങളും ഇന്നെ ഷോപ്പിൽ നിന്ന് ഇന്നത് മേടിക്കണം, ഇതൊക്കെ അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് സത്യസന്ധമായി ചോദിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് അറിയോ? പറയൂ നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ കുട്ടികളോട് പറയാം, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി, എന്തിനാണ്? ഇവിടെ ഇരുന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലണം. ഇവിടുന്ന് ചൊല്ലുമ്പോൾ ഇതിന്റെ ഒരു ചൈതന്യം, മഹത്വം വേറെയാണ്. ഇവിടെയാണ് പൂന്താനവും, ഇവിടെയാണ് പട്ടതിരിപ്പാടും, ഇവിടെയാണ് കുറൂരമ്മയും വില്ലുമംഗലവും, ഇവിടെയാണ് ധാരാളം മഹാന്മാര്, പാലക്കാടുള്ള പണ്ഡിറ്റ് ഗോപാലൻ നായരുണ്ട്, ധാരാളം മഹാന്മാര്, അവരൊക്കെ കുറേ നേരം സമയം ചെലവഴിച്ച ക്ഷേത്രമാണ്. അവരുടെയൊക്കെ ശ്വാസനിശ്വാസങ്ങളുള്ള ഈ ഭൂമിയിൽ കുറച്ചു നേരം ഇരുന്ന് നാമം ചൊല്ലുന്നത് നമ്മുടെ കുട്ടികളോട് പറയാണ്, നമ്മുടെ മനസ്സിനത് ഒരു ദൈവികത തരും എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കാൻ നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? പറയൂ നിങ്ങൾ. ഞാൻ എൻ്റെ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഞങ്ങൾ ഗുരുവായൂർ പോവാറ്. എൻ്റെ വീട് കാലിക്കറ്റിലാണ്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ഗുരുവായൂരിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യുന്ന ഏപ്രിൽ മെയ് മാസത്തിലാണ്, മിക്കവാറും മെയ് മാസത്തില്. അപ്പോഴാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഈ തലയിൽ ഈ ബോധം വരുന്നത്. കാരണം ഈ കുട്ടിക്കാലത്ത് മെയ് മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട ഏത് മാസം? വൈശാഖ മാസമാണ്. അപ്പൊ വൈശാഖത്തിൽ അവിടെ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ എൻ്റെ കുട്ടിക്കാലത്ത് വായനയുണ്ടാവും. അപ്പൊ 2 ദിവസം അവിടെ നിൽക്കണം, വായനയിൽ പങ്കെടുക്കണം. അപ്പൊ എന്താണ് ഭാഗവതം, എന്തൊക്കെയാണ് ഭാഗവത്തിലെ കഥകൾ, ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മുടെ തലയിലേക്ക് അങ്ങനെയാണ് കയറി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഭാഗവത്തിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷൻ ഉള്ള കാലം, അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലോ ഇങ്ങനെയൊരു മഹത്വം ഉണ്ട് ഇതിന്. ഇവിടെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ എത്രയോ സപ്താഹങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, എത്രയോ ആളുകൾ അവിടെ പോകുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ സപ്താഹം നടക്കുന്ന അധ്യാത്മ ഹാളിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുക, കുട്ടികളെ കൊണ്ടത് കേൾപ്പിക്കുക. ഇതൊക്കെ
ഇന്ന് നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അതിന് പലപ്പോഴും മനസ്സ് തോന്നില്ല. അതെന്താ അറിയോ? സ്വാർത്ഥത അത്ര ഉള്ളിൽ ഉറച്ചിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ കാര്യങ്ങൾ ദൈവം നടത്തി തരണം, എന്തോ ഇതൊക്കെ നടത്തിയാൽ എല്ലാം നേരെയാവുന്നതാണ്. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എന്തൊക്കെ നിങ്ങൾ നടത്തിയെടുത്താലും, എന്തൊക്കെ നിങ്ങൾ നേടിയെടുത്താലും, ഓരോരുത്തരുടെയും സ്വാർത്ഥത ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിൽ നിന്നും അകന്നു പോകും. ഒരാളുടെ സ്വാർത്ഥ മനസ്സിനെയും നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കാലം നിങ്ങളെ അനുവദിക്കില്ല. അത് സത്യസന്ധമായി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഒരാളുടെ സ്വാർത്ഥ മനസ്സിനെയും എനിക്ക് സ്വന്തമാക്കാൻ കാലം എന്നെ അനുവദിക്കില്ല. ആരെ പോലെ? ദശരഥ മഹാരാജാവിന് വേണ്ടി കൈകേയി സർവത്യാഗം ചെയ്ത തന്റെ വിരൽ വെച്ച് രാജാവിന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്ന കൈകേയിയുടെ മനസ്സ് പോലും രാജാവിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ആ കൈകേയിക്ക് അവരവരുടേതായ സ്വാർത്ഥതയുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ മക്കൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും, മക്കളെ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയാലും, ഒരാധ്യാത്മിക സംസ്കാരം ഇല്ലാതെ പോയാൽ ഒരാളുടെ മനസ്സിനെയും നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധ്യല്ല. എന്നിട്ട് നിങ്ങൾ കുറ്റം പറയരുത്. ഞാൻ കഷ്ടപ്പെട്ടു, അവരെ വളർത്തി, അവർക്ക് ഒരുപാട് ഞാൻ സഹായം ചെയ്തു, അവർക്ക് വേണ്ടി എൻ്റെ ജീവിതം ഇത്രയും ഒഴിഞ്ഞു വെച്ചു, എന്തിനിപ്പോ അവർക്കൊന്നും എന്നെ യാതൊരു വിലയില്ല, ഇത് പറയരുത്. ആലുവയിൽ എവിടെയാണോ തോന്നുന്നു, ഒരിക്കലും ഒരു യൂട്യൂബിൽ ആരോ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഒരു കാത് കേൾക്കാത്ത, ഞാൻ മുമ്പ് സപ്താഹത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്, ഒരു കാത് കേൾക്കാത്ത കാരണവരോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ, അല്ല എന്താ ഒറ്റയ്ക്കാണോ ജീവിതം എന്ന്. അപ്പൊ ഈ മനുഷ്യൻ ഒറ്റയ്ക്കാ, ഭാര്യ മരിച്ചുപോയി, ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അല്ല ഒറ്റയ്ക്കാണോന്ന്, കാത് കേൾക്കാത്തോണ്ട് ഇത്തിരി ഉറക്ക വെടി പൊട്ടിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്കാണ്. അപ്പം മക്കളൊക്കെ, അപ്പൊ പറഞ്ഞു മക്കളുണ്ട്, 2 എണ്ണം ഉണ്ട് എന്ന്. എവിടെയാണെന്ന്? ഒരുത്തൻ US അപ്പൊ IT-കാരാ രണ്ടുപേരും, ഒരുത്തൻ ബാംഗ്ലൂരാണ്. മക്കളൊക്കെ നോക്കാറില്ലേ? നല്ലോണം. മക്കളൊക്കെ നോക്കാറുണ്ട്, നല്ലോണം നോക്കാറുണ്ട്. അല്ല വല്ലതൊക്കെ തരാറുണ്ടോന്ന്? മൂത്തവൻ കാര്യമായിട്ടൊന്നും തരാറില്ല. രണ്ടാമത്തവൻ ഇടയ്ക്കിടയ്ക്ക് വരും, അവൻ ഇടയ്ക്കിടയ്ക്ക് തരണം എന്നുണ്ട്, പക്ഷെ ഞാൻ കൊള്ളാതെ മാറി നിൽക്കാറുണ്ടെന്ന്. അപ്പൊ എന്താ തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് മകന്റെ കാര്യം. അവൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം എന്ന് തോന്നാറുണ്ട്, ഞാൻ കൊള്ളാതെ മാറി നിൽക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ട് നോക്കൂ നിങ്ങൾ ആ ബന്ധം. എന്ന് പറഞ്ഞ പോലെ പ്രായമായാൽ ഒരുവിധം എല്ലാവരും പരാതി പറയണതാണ്, ഞാൻ കഷ്ടപ്പെട്ടു, അവരെ നോക്കി ഇവരെ നോക്കി, അവർക്ക് വേണ്ടി അത് ചെയ്തു, ഇപ്പൊ എന്നെ ആർക്കും വേണ്ടാതായി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ വിചാരിച്ചു ആരുടെയൊക്കെയോ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് രാമായണത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, ദശരഥ കൈകേയി ബന്ധത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, ആരുടെ മനസ്സും ആരുടെ കൂടെയും ഉണ്ടാവില്ല. ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ആരെക്കുറിച്ചും ഒരു പരിഭവവും ഒരു പരാതിയില്ല. മനസ്സിലായില്ലേ? ഈ സത്യം ഉൾക്കൊള്ളണം. അപ്പൊ എന്ത് വേണം? അപ്പൊ എൻ്റെ മനസ്സ്, ഈ മനസ്സിനെ ഞാൻ എന്ത് ചെയ്യണം? ഈ മനസ്സ് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പലരും നിങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധത്തിൽ വെച്ച് കൊണ്ടു നടക്കുകയാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഓർമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ സമ്പത്ത് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെയുണ്ട്. ആരൊക്കെയാ കൂടെ? ഭാര്യ അല്ലേ? നിങ്ങളോടൊക്കെ ചോദിക്കില്ലേ ആരാ കൂടെയുള്ള? ഭർത്താവുണ്ട് എന്ന്. അപ്പൊ നിങ്ങളുടെ മനസ്സ് എവിടെയാ വെച്ചിരിക്കുന്നത്? ബാങ്കിലെ ലോക്കറിലാണോ വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സ് എവിടെയാ വെച്ചിരിക്കുന്നത്? ആരൊക്കെയോ നിങ്ങളുടെ കൂടെയുണ്ടെന്ന സ്വാർത്ഥ വിചാരത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ആരാ നിങ്ങളുടെ കൂടെയുള്ളതെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉത്തരം പറയാ? നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക ആരാ ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ളത് എന്ന്, നിങ്ങൾ എന്താ പറയാ? ഭഗവാൻ എന്നൊക്കെ ഇപ്പം ഗമേല് പറയുന്ന വാക്കാണ്, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ അതൊന്നും ഇപ്പോഴൊന്നും നിങ്ങൾക്ക് വരില്ല, അത് ഭഗവാനുണ്ട് എന്ന്. ഇനി അങ്ങനെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, സ്വാമി ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഭഗവാൻ എവിടെ? എൻ്റെ വീട്ടിലെന്ന്. അതെങ്ങനെയാ വന്നത് എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ ഞാൻ ഭഗവാനെ വിളിക്കുകയാണ്. അപ്പൊ ഭർത്താവിന്റെ പേരാണ് ഭഗവാൻ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ കുറെ പേര് അങ്ങനെ, ഗുരുവായൂരപ്പൻ എന്നുള്ള പേരുള്ളവരുണ്ട്, അയ്യപ്പൻ എന്നുള്ള പേരുണ്ട്. അയ്യപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു നിങ്ങളെന്താ പേര്? ശബരിമല അയ്യപ്പൻ എന്നാണ്. മനസ്സിലായില്ലേ? ഒരുപക്ഷെ ഇവിടെയുള്ള ആളായിരിക്കും. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ പറയുന്ന ഒരു വാക്ക്, എൻ്റെ കൂടെ മക്കളുണ്ട്, അല്ലെങ്കിൽ അവരുണ്ട്, ഇവരെ സാധാരണ അങ്ങനെയാ പറയാം. ആണോ? അല്ലയോ? പക്ഷെ ഇതേ നമ്മൾ തന്നെ കുറെ കഴിഞ്ഞാൽ പറയും, അവരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് കുറച്ചുകൂടി പ്രായം വരണം,
കുറച്ചുകൂടി പ്രായമാവുമ്പോഴാണ് നമ്മൾ പറയുക അവരെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന്. അവരവരുടെ സ്വാർത്ഥതയില് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു എന്ന് പറയില്ലേ? മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, എൻ്റെ കൂടെ ആരും ഇല്ല, ആരും ഉണ്ടാവില്ല. ഉണ്ട് എന്ന് തോന്നുന്നത് താൽക്കാലികമായ ഒരു തോന്നൽ മാത്രമാണ്. നാളെ അവരുടെ സ്വാർത്ഥത വേറെ വല്ലതിനും പ്രാധാന്യം കൊടുത്താൽ അവര് അതിലേക്ക് പോയി. ഇപ്പൊ നോക്കൂ, നിങ്ങൾ മക്കളുടെ കാര്യം തന്നെ നോക്കൂ. കല്യാണം കഴിഞ്ഞ് അവരുടെ കുടുംബമായി അവരുടെ പ്രാരബ്ധായാൽ അവര് നിങ്ങളിൽ നിന്ന് അകന്നുപോയി. അവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് അവർക്ക് വലുത്. ആണോ അല്ലയോ? കുറെ കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അവർ പറയും, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ഉപദ്രവിക്കാതിരിക്കൂ, ഒരു സമാധാനം തരൂ ഞങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ വിളിക്കുന്നതേ അവർക്കൊരു അപകടമായി മാറി. അപ്പൊ നോക്കൂ, നിങ്ങൾ എന്താ പറയാ, ഓ ഞാൻ നിന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നോക്കി, ഞങ്ങളല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ചു തന്നത്, ഞങ്ങളല്ലേ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, നിനക്കറിയാം എത്ര സ്വർണ്ണ തന്നിരിക്കുന്നതെന്ന്. ഇതൊക്കെ പറയുമ്പോൾ അവളോട് ചോദിക്കും, നിങ്ങളോട് ആരാ പ്രസവിക്കാൻ പറഞ്ഞതെന്ന്? നിങ്ങൾ പ്രസവിച്ചിട്ടല്ലേ ഈ അപകടങ്ങളൊക്കെ ഉണ്ടായത്? ആരാ പ്രസവിക്കാൻ പറഞ്ഞത്? എന്നിട്ടിപ്പോ കയറി പ്രസംഗിക്കണോ നിങ്ങൾ? അപ്പൊ ഈ തരത്തിലുള്ള കണക്കുകളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ആ ബുദ്ധിയൊന്നും നമുക്ക് കിട്ടില്ല. എപ്പോഴാ കിട്ടുക? കൊട്ട് കിട്ടുമ്പോഴാണ് കിട്ടുക. അതുവരെ നിങ്ങൾ പോയി തലയിടും. മനസ്സിലായില്ലേ? ആ അടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇനി പോയി തലയിടരുത്. അതാണ് നമ്മൾ ഹിന്ദുക്കൾ, ജന്തുക്കളാണ്. കണ്ടു പഠിക്കില്ല, കൊണ്ടേ പഠിക്കുള്ളൂ. മനസ്സിലായില്ലേ? കൊണ്ടിട്ടും പഠിക്കില്ല, ചത്തിട്ടേ പഠിക്കുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ അവസ്ഥ. എത്ര കണ്ടാലും പഠിക്കില്ല, എത്ര കൊണ്ടാലും പഠിക്കില്ല, എന്നിട്ടും പോയി തലയിടും. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ആത്മീയത നമുക്ക് വലിയൊരു ഉത്തരമായി മാറുന്നത്. എന്താണ് ആത്മീയത? ദിവസവും കുറച്ച് സമയം അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ട്, ഭഗവാൻ മതി. ആ ഒരു അറിവിലേക്ക്, ആ അനുഭവത്തിലേക്ക്, ആ സ്മരണയിലേക്ക്, അതിലേക്ക് നമ്മൾ ഉയരണം. ഇന്നലെ നമ്മൾ ഒരു ശ്ലോകം വായിക്കണ്ടായി. അഹല്യയുടെ കഥ പറഞ്ഞപ്പം അഹല്യ ഭഗവാനോട് ചോദിച്ചൊരു വരമുണ്ട്. എത്ര കുത്രാപി വസിച്ചീടിലും, ഞാൻ എവിടെ വസിച്ചാലും എപ്പോഴും എൻ്റെ മനസ്സിൽ രാമപാദങ്ങളും തൊൽ പാദ അടിരഴികളിൽ നിന്ന് ഇളക്കമില്ലാത്തൊരു ഭക്തി ഉണ്ടാവണം. അപ്പം മനസ്സിൽ ഭഗവാന്റെ പാദവും നാമവും ഉറച്ചു കിട്ടണം. എന്താണ്? ഭഗവാന്റെ പാദവും നാമവും മനസ്സിൽ ഉറച്ചു കിട്ടണം. ആ രീതിയിലുള്ള ഒരു ഭക്തിയിലേക്ക് നമ്മൾ പടിപടിയായി ഉയർന്നു വന്നാൽ കുറെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഭഗവാൻ ഉണ്ടല്ലോ, ഞാൻ എന്തിനാണ് മറ്റുള്ളതിനെ കുറിച്ച് ഇരുന്ന് ദുഃഖിക്കുന്നതും വിഷമിക്കുന്നതും പരിഭവപ്പെടുന്നതും? പരാതികളും പ്രശ്നങ്ങളും മനസ്സിൽ നിന്ന് മാറും. മനസ്സിലായില്ലേ? കൈകേയി മന്ദരയോട് പറയാണ്, എന്താണ് ദൈവനിശ്ചയം എന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെ മന്ദര ഒരക്ഷരം മിണ്ടോ? പക്ഷെ അത് പറയണമെങ്കിൽ കൈകേയിയിൽ അത്രയും എന്ത് വേണം? ഒരാത്മസമർപ്പണം വേണം. വേണ്ടയോ? ഒരൊറ്റ വാക്ക് മന്ദരയോട് പറഞ്ഞാൽ മതി. എന്താണോ ദൈവനിശ്ചയം അതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ മന്ദരെ, നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള കഥകളൊന്നും പിന്നീട് ഉണ്ടാവില്ല. അപ്പൊ എവിടെയോ ഒരു ദൈവീകത നഷ്ടപ്പെടുമ്പോൾ, ഒരു ഗുരുത്വം നഷ്ടപ്പെടുമ്പോൾ, സ്വാർത്ഥത കയറി പിടിക്കുമ്പോൾ, മനുഷ്യ മനസ്സ് ദുർബലമാകുമ്പോൾ, മറ്റുള്ളവർക്ക് ആ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിച്ചാൽ ഏത് ബന്ധങ്ങളെയും തകർക്കാൻ അത്തരം കൂട്ടുകെട്ടുകളിലൂടെ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ മന്ദരയല്ല തെറ്റുകാരി. നമ്മൾ പലപ്പോഴും മന്ദരയാണ് കുറ്റം പറയുക. മന്ദരയല്ല കുറ്റം. ആരാണ് കുറ്റം ചെയ്തത്? മന്ദരയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിച്ചത് കൈകേയിയുടെ മനസ്സിന്റെ ദുർബലതയാണ്. ഇതുപോലെയാണ് ഇന്ന് പലപ്പോഴും വിവാഹം കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത്, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, അവൾക്ക് വേറൊരു ബന്ധമുണ്ട്, ഭാര്യയ്ക്ക് എന്നോട് താല്പര്യമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? സ്വന്തം ഭാര്യയുടെ മനസ്സിനെ ഒരു ദൈവീക മനസ്സാക്കി മാറ്റാൻ ഈ കോന്തന് പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? മനസ്സിലായില്ലേ? അതല്ലേ തെറ്റ്. അപ്പൊ പിന്നെ അവള് വേറെ ഒരുത്തന്റെ കൂടെ പോയില്ലെങ്കിലല്ലേ തെറ്റുള്ളൂ. ഈ തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും പരിഭവങ്ങളും പരാതികളും പറയുന്നതിന് കാരണം വെറും മനുഷ്യൻ സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും പണത്തിന്റെ ഗമയിലും ആണോ, കുറെ ജോലിയുടെ ഗമയിലും ജീവിച്ച് ബന്ധങ്ങൾ വെറും സ്വാർത്ഥത വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ അതിനൊന്നും ആഴവും അടുപ്പവും തീവ്രതയും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? രാജാവ് ദശരഥ മഹാരാജാവിന് എന്തിന്റെ കുറവുണ്ട്? എന്തായിരിക്കും അത്? എന്തിനു പോലെ കുറവുണ്ടോ? ഏത് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും ഏത് ആഭരണം വാങ്ങിച്ചു കൊടുക്കാനും കൈകേയി എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്തണോ അതൊക്കെ അദ്ദേഹത്തിന് സാധിക്കും.
എന്നിട്ടും ആ ബന്ധത്തിനൊരിക്കലും ഹൃദയമുണ്ടായില്ല എന്ന് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് കേവലം ഭൗതികമായ സുഖ സൗകര്യങ്ങളെ കൊണ്ട് ഹൃദയബന്ധം ഉറപ്പിക്കാൻ ഒരാൾക്കും സാധ്യല്ല. ക്ലിയർ ആണോ പറയുന്നത്? ഭൗതികമായ സൗകര്യങ്ങളെ കൊണ്ട് ഹൃദയബന്ധം ഒരിക്കലും, ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഭൗതികമായ സുഖ സൗകര്യങ്ങളെ കൊണ്ട് ഹൃദയബന്ധം ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ഹൃദയബന്ധം ഉറപ്പിക്കാൻ ഒരാത്മീയ അനുഷ്ഠാനത്തിലൂടെ മാത്രമേ. അവർക്ക് പറയൂ, ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തവരുണ്ടോ ഇവിടെ? എനിക്ക് കാതു പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഉറക്കെ പറയുന്ന പിന്നെ വല്ലതും കേൾക്കാൻ പറ്റും. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറയൂ. അപ്പൊ ഇതൊക്കെയാണ് രാമായണത്തിലൂടെ എഴുതാപ്പുറങ്ങളിൽ നമ്മൾ വായിക്കേണ്ടത്, അല്ലെങ്കിൽ രാമായണത്തിന്റെ വരികളുടെ ഇടയിലൂടെ വായിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് രാമായണത്തിൽ നിന്നും സന്ദേശം കിട്ടുക. ഒരു ദശരഥ കൈകേയി ബന്ധത്തെ ഒരു മന്ധര എങ്ങനെയാണോ അകറ്റുന്നത്, ഇതുപോലെ ഇനിയുള്ള ബന്ധങ്ങളെ മറ്റുള്ളവർക്ക് അകറ്റാൻ പറ്റാതെ വരണമെങ്കിൽ ഒരുപക്ഷെ മന്ധരയായിട്ട് വേറെ ഏതെങ്കിലും ആളായിരിക്കാം. ഇന്നും മന്ധരമാര് ബന്ധങ്ങളെ ഉണ്ടാവുമോ? അങ്ങനെ അകറ്റാതിരിക്കണമെങ്കിൽ ബന്ധങ്ങളിൽ ഹൃദയബന്ധമുണ്ടാവണം. ഇപ്പോൾ ഉള്ളത് വെറും ശരീരബന്ധങ്ങളേ ഉള്ളൂ. എന്തേ ഉള്ളൂ? സ്വാർത്ഥ ബന്ധങ്ങളേ ഉള്ളൂ. ആ ശരീര സ്വാർത്ഥ ബന്ധങ്ങൾക്കൊന്നും ആഴവും തീവ്രതയും ഒക്കെ പറയൂ ഉണ്ടാവില്ല. ഏത് ബന്ധം വരണം? ഒരു ആത്മീയ ബന്ധം വേണം. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളത് ത്യാഗം ചെയ്യുന്നതല്ല, തന്നെ ത്യാഗം ചെയ്യുക. അതാണ് അനുഷ്ഠാനം. അപ്പൊ അല്പനേരം സമയം നാമജപത്തിനും മറ്റും ചെലവഴിച്ച് നാരായണായേതി സമർപ്പയാമി, തന്നെ സമർപ്പിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ആത്മാർത്ഥമായ ജപനിഷ്ഠകൾ എന്ന് പറയുന്നത്. അങ്ങനെ ജപിച്ച് ശീലിക്കുന്ന ഒരാൾക്ക് ക്രമേണ ഹൃദയത്തിൽ പ്രകാശിക്കും. തൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കും. കൂടെ എപ്പോഴും ഭഗവാന്റെ ശക്തി ഉണ്ട്, ഒറ്റയ്ക്കല്ല. മനസ്സിലായില്ലേ? ആ ഒരു ധൈര്യം, ആ ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് ഈ ഒരു കഥാ സന്ദർഭങ്ങളിലൂടെ സാധിക്കുകയാണെങ്കിൽ ഇനിയൊരു കൈകേയിയും ദശരഥ ബന്ധവും വേർപിരിഞ്ഞ് പോവുകയില്ല. നിൽക്കട്ടെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ ക്രോധാലയത്തിലേക്ക് പോയി കൈകേയി. ക്രോധാലയത്തിൽ തലമുടിയെല്ലാം വാരി വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു പരവശയ അല്ലെങ്കിൽ അവശയായി വളരെ ഇങ്ങനെ ഒരു വിഷമത്തോടെ കിടക്കുന്ന കൈകേയിയാണ് ദശരഥ മഹാരാജാവ് കാണുന്നത്. ഉടനെ കൈകേയിയുടെ തലയെടുത്ത് തൻ്റെ മടിയിലൊക്കെ വെച്ച് തലോടി വാത്സല്യമൊക്കെ കാണിച്ച് സ്നേഹത്തോട് ചോദിച്ചു, എന്താണ് നിനക്ക് പറ്റിയത്? അപ്പോ ഈ ദശരഥന്റെ വിചാരം എന്താ വെച്ചാൽ കൈകേയിക്ക് എന്തോ ശാരീരിക അസ്വാസ്ഥ്യോ അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടായത് കൊണ്ടാണ് കൈകേയി, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടിൽ കിടക്കേണ്ട ആള് താഴെ തറയിൽ ഇങ്ങനെ കടന്ന് അതും വല്ലാത്തൊരു അവസ്ഥ കാണിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, ഒരു ശരീര രോഗമോ എന്തെങ്കിലും ഒരു മാനസിക രോഗം ഇവരെ ബാധിച്ചിട്ടുണ്ടാവണം. നമ്മൾ ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ അപസ്മാര രോഗമൊക്കെ വരുന്ന, അതുപോലുള്ള ഒരു വെപ്രാളവും ഇതൊക്കെ കാണിക്കുന്ന സമയത്ത് അതല്ലേ വിചാരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് മുഖത്തൊക്കെ തളിച്ചു എന്താ സംഭവിക്കുന്നത് എന്നറിയാതെ. അപ്പോഴേക്കും കൈകേയിയുടെ ഭാവം മാറി. പിന്നെ കൈകേയിക്ക് ഒരു സ്നേഹഭാവത്തോടു കൂടിയിട്ടല്ല സംസാരിക്കുന്നത്, ഒരു ദീനഭാവവും ദയനീയ ഭാവവും ഇല്ല, ക്രോധത്തിലാണ്. പറയാണ്, നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ, ഇത്രയും കാലം എന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് ഇപ്പൊ നിങ്ങൾ കൗസല്യക്ക് വേണ്ടിയെല്ലാം ഒരുക്കി കൊടുക്കുന്നു, എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയായിരുന്നില്ലേ എന്ന്. രാജാവ് ഒരു മഹാപരാധം തന്നോട് ചെയ്തിരിക്കുകയാണെന്നുള്ളൊരു കുറ്റബോധം രാജാവിൽ ഉണ്ടാക്കാൻ ആർക്ക് പറ്റി? കൈകേയിക്ക് പറ്റി. ഒരു നിമിഷം കൊണ്ട് രാജാവിന് ഒരു ഷോക്കേറ്റതുപോലെയായിരുന്നു. കാരണം താൻ എന്തോ കൈകേയിയെ പറ്റിച്ചിരിക്കുന്നു, ചതിച്ചിരിക്കുന്നു, മുതലാക്കിയിരിക്കുന്നു, ചൂഷണം ചെയ്തിരിക്കുന്നു. താൻ എന്തോ ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് അപരാധമാണ് താൻ ചെയ്തത്? അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പറഞ്ഞു, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ, ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് രാജ്യം ഒരിക്കലും രാമനല്ല കൊടുക്കുക, എൻ്റെ പുത്രനായ ദശരഥനാണ്, ആർക്കാണ്? ദശരഥനാണോ ഭരതനാണ് കൊടുക്കുക. അപ്പൊ രാജാവിന് മനസ്സിലാവുന്നില്ല എന്താ ഈ പറയുന്നത് എന്ന്. അപ്പോഴാണ് പറയുന്നത്, അങ്ങ് പണ്ട് 2 വരങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ വരങ്ങൾ ഇപ്പോഴെനിക്ക് വേണമെന്ന്. രാജാവ് അപ്പോഴും കാര്യമായിട്ടെടുത്തില്ല. രാജാവ് തൻ്റെ സ്നേഹവാത്സല്യം കാണിച്ചുകൊണ്ട് പറയണം, ആരാണോ നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവനെ ഞാൻ
നിരപരാധിയാണെങ്കിലും ശിക്ഷിക്കും, അവൻ അപരാധിയാണ്. ഇപ്പൊ നീ പറയാണ് ജയിലിൽ നിന്ന് ഒരുത്തരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എത്ര വലിയ കുറ്റവാളിയായാലും ഞാൻ അവനെ മോചിപ്പിക്കും എന്നൊക്കെയുള്ള ചില തെറ്റായ കാര്യങ്ങൾ ഒരു രാജാവ് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ആരോട് പറയുന്നത്? നിരപരാധികളെ ശിക്ഷിക്കും, അപരാധികളെ ഞാൻ തുറന്നു വിടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് കൈകേയിയോടുള്ള ആ ഒരു എന്താ പറയാ, ഇന്നത്തെ ഒരു സ്നേഹം എന്ന് പറയില്ലേ, എന്താ അതിന് പറയാ, അന്ധമായ ഒരു കാമസ്നേഹം. ആ ഒരു കാമസ്നേഹത്തിന്റെ പേരിൽ എന്ത് അപരാധവും ചെയ്യാൻ ദശരഥൻ തയ്യാറായി എന്നുള്ളതാണ്. കണ്ണടച്ച അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതൊന്നൊക്കെ മനസ്സിലാക്കണം. ദശരഥൻ കൈകേയിയെ സ്നേഹിക്കുന്നത് അത്രയും അന്ധനാണ്. അദ്ദേഹത്തിന് അത്രയും ആ ഒരു കൈകേയി എന്ന് പറയുന്ന ഒരു ഭ്രാന്ത് പോലെയാണ് ആര് കൊണ്ട് നടക്കുന്നത്? ദശരഥൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൈകേയി പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് 2 വരങ്ങളാണ്. അവസാനം ആ 2 വരങ്ങൾ ചോദിക്കുകയാണ്. എന്താണ്? അപ്പൊ പറയാണ്, ഒന്നാമത്തെ എല്ലാവർക്കും അറിയാം, രാമനെ എന്ത് ചെയ്യണം? 14 വർഷം കാട്ടിലേക്ക് അയക്കണമെന്ന് കേൾക്കേണ്ട താമസം ദശരഥൻ എന്താ കിടക്കണം. ദശരഥന്റെ സ്നേഹമൊക്കെ അതോടുകൂടി തീർന്നു. 2ാമത്തെ വരം ഭരതനെ ഒന്നാമത്തെ ഭരതനെ രാജാവാക്കണം, 2ാമത്തെ രാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന് കേൾക്കുന്നതോടുകൂടി അതുവരെ പ്രിയേ ചാരുശീല എന്നൊക്കെ പറഞ്ഞ് നേരത്തെ അഷ്ടപതി പാടിയതുപോലെയാണ് ഈ ദശരഥൻ കൈകേയിയുടെ തലയൊക്കെ മടിയിൽ വെച്ച് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതേ ദശരഥന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകള് ഘോരേ, രാക്ഷസി, ദുഷ്ടേ, നീജേ. മനസ്സിലായില്ലേ? അതുവരെ പറഞ്ഞ വാക്കുകളുടെയൊക്കെ നേരെ ഓപ്പോസിറ്റ് വാക്കുകൾ, നേരെ വിപരീതം. ഇതെങ്ങനെ ഒരു ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ തരത്തിൽ പെരുമാറാൻ സാധിക്കുക? അവിടെയൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കാണേണ്ട ഒരു സാധനം മനുഷ്യന്റെ സ്വാർത്ഥത. മനുഷ്യന്റെ സ്വാർത്ഥത. അത് ഭാര്യയെ അദ്ദേഹം അന്ധമായി സ്നേഹിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മകനോടുള്ള തീവ്രമായ ഒരു സ്നേഹം കടക്കുന്നുണ്ട്. രാജ അധികാരം രാമന് ഏൽപ്പിക്കണം എന്നുള്ള ഒരു രാജാവിന്റെ സ്വാർത്ഥത കടക്കുന്നുണ്ട്. ഉണ്ടോ? ആ സ്വാർത്ഥതയ്ക്ക് ഭംഗം വന്നപ്പോൾ ആ സ്വാർത്ഥതയെ താൻ സ്നേഹിക്കുന്ന കൈകേയി തട്ടിമറച്ചപ്പോൾ കൈകേയി തൻ്റെ മുന്നിൽ വലിയൊരു ശത്രുവായി മാറി. ഒരു നിമിഷം രാജാവിന് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇപ്പൊ നിങ്ങൾ ഏറ്റവും വെറുക്കുന്നത് ദശരഥ മഹാരാജാവെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഇവളാണ് എൻ്റെ മുന്നിൽ നിന്ന്, ഇവളെ കൊണ്ടുപോകണം, ഇവളെ എനിക്ക് കണ്ടുകൂടാൻ. അപ്പൊ നോക്കൂ, ഒരാളുടെ സൗന്ദര്യമൊക്കെ എവിടെയാ കിടക്കുന്നത്? എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ എല്ലാം സൗന്ദര്യമാണ്. എല്ലാം പ്രതികൂലമായാൽ സൗന്ദര്യമൊന്നും അവിടെ ഒരു വിഷയമല്ല. മനുഷ്യൻ കൊല്ലാൻ പോലും മടിക്കില്ല. അത്ര ക്രൂരതയിലേക്കല്ലേ ഇന്ന് സമൂഹം പോകുന്നത്, അല്ലേ? ഭാര്യയുടെ നേരെ കഴുത്തിന് കത്തി വയ്ക്കുന്നു, നെഞ്ചത്ത് കത്തി കുത്തി കയറ്റിക്കുന്നു. ഇതൊക്കെ നിരന്തരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ആണോ? സ്നേഹിച്ചും പ്രേമിച്ചും 6, 7, 8, 9 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചവരെയാണ് കത്തി കൊണ്ട് കുത്തിക്കൊല്ലുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എവിടെയോ അവരുടെ സ്വാർത്ഥത അതിന് മുറിവേറ്റാൽ അവര് സൗന്ദര്യത്തിനേക്കാളും പ്രേമത്തിനേക്കാളും ഒക്കെ വിലവെക്കുന്നത് അവരുടെ സ്വാർത്ഥതയാണ്. അതിനുവേണ്ടി അവർ കൊല്ലാൻ പോലും മടിക്കില്ല. ദശരഥൻ ഇന്നത്തെ കാലത്തായിരുന്നു എങ്കിൽ ഈ 2 വരങ്ങൾ ചോദിക്കുന്ന സമയത്ത് ദശരഥന്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വേണ്ട, ദശരഥൻ പാലക്കാട്ടുകാരനായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ പാലക്കാട്ടുകാർ മോശമാണെന്നല്ല പറയണത്. എന്തായിരിക്കും സംഭവിക്കുക? മനസ്സിലായില്ലേ? ഈ ദശരഥന്റെ കയ്യിൽ ആ സമയത്ത് ഒരു ഗണ്ണുണ്ടായിരുന്നെങ്കിൽ ദശരഥൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? അപ്പൊ കാച്ചിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ജനങ്ങൾക്ക് ക്ഷമാശീലം, സഹനശക്തി വളരെ കുറവാണ്. കാരണം ആധ്യാത്മികത ഇല്ല. എവിടെയോ ദശരഥനിൽ അല്പം ഒരു ആത്മീയത ഉള്ളത് കൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും ബോധമില്ലാതെ വീണു എന്നേ ഉള്ളൂ. ബോധക്കേട് ചെയ്തില്ല. ആള് ബോധം കെട്ട് വീണതേ ഉള്ളൂ. എന്ത് ചെയ്തില്ല? ബോധക്കേടൊന്നും ചെയ്തില്ല. ഇന്നത്തെ തലമുറകൾക്ക് ആത്മീയത ഇല്ലാത്തതുകൊണ്ട് ബോധമില്ലാതെ വീഴില്ല. അവര് ബോധം കെട്ട പണികള് ചെയ്യും. അത്രയേ ഉള്ളൂ, വ്യത്യാസം അതേ ഉള്ളൂ. ദശരഥൻ വീണു, ഇവരാണെങ്കിൽ വീഴില്ല, മറ്റുള്ളവരെ കുത്തി വീഴ്ത്തും, അതേ ചെയ്യുള്ളൂ. ഈ തരത്തിൽ ദശരഥൻ അത് സഹനശക്തിയോടെ കടന്നുവെങ്കിലും ദശരഥൻ അതിനെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള, താങ്ങാനുള്ള ഒരു
മാനസികാവസ്ഥ ഉണ്ടായില്ല. അവിടെ കടന്ന് പൊട്ടിക്കരഞ്ഞ് രാമാ രാമാ രാമാന്നും പറഞ്ഞ് അലറി അലറി പാവം കടന്നു, ഒരക്ഷരം വിടാതെ. അപ്പുറത്താണ് ഈ കൈ മിണ്ടിപ്പോരുതെന്ന്. എനിക്ക് ആ 2 വരങ്ങൾ മര്യാദയ്ക്ക് തന്നുകൊള്ളണം. നോക്കണം, ഇത്രയും സ്നേഹത്തോടെ പ്രിയയെ കണ്ട് എല്ലാ ബ്യൂട്ടി പാർലറും കൊണ്ടുപോയി എല്ലാ ക്രീമും വാങ്ങിച്ചു കൊടുത്ത് ചോദിക്കുന്ന സാരി മുഴുവൻ വാങ്ങിച്ചു കൊടുത്ത് ആ കൈകേയിയാണ് ഇദ്ദേഹത്തിനെ ഇപ്പം വേറെ ക്രീമിലാക്കിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ തരത്തിൽ കൈകേയി ഇദ്ദേഹത്തിന്റെ മനസ്സിനെ അതേ തളർത്തിയെടുക്കുന്നതിന് കാരണം അതിന് കൈകേയി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് തമ്മിൽ ഏത് ബന്ധമില്ല? ആത്മീയ ബന്ധമില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തോളൂ, സാരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോളൂ, എല്ലാ നമ്മുടെ ബലരാമസ്വാമിയുടെ പിറന്നാൾ ദിവസവും സ്വർണം വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഏത് ബന്ധമില്ലെങ്കിൽ കൂടെ ഉണ്ടാവില്ല? ഏത് ബന്ധമില്ലെങ്കിൽ കൂടെ ഉണ്ടാവില്ല? ഒരാത്മീയ ബന്ധമില്ലാതെ പോയാൽ എപ്പോൾ തല തിരിയുന്നു നോക്കിയാൽ മതി, എപ്പോൾ മനസ്സ് മാറും നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ആത്മീയതയില്ലാത്ത ബന്ധങ്ങളൊന്നും ഒരു ശാശ്വതമായി ഒരുമിച്ച് നിർത്താൻ ആർക്കും സാധ്യമല്ല. ഏതായാലും ദശരഥൻ അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞ നമ്മുടെ കടന്നു. പിറ്റേ ദിവസം രാമന്റെ പട്ടാഭിഷേകമാണ്. പട്ടാഭിഷേകത്തിന്റെ ഒരുക്കാണ്. അപ്പോഴേക്കും ഇവിടെ പുലർച്ചെ 3 മണിക്കാണ് ഈ സംഭവങ്ങളൊക്കെ രാത്രി നടന്നിട്ട് 3 മണിക്കാണ് ഇദ്ദേഹത്തിനെ വിളിച്ചുണർത്താൻ വേണ്ടി സുമന്ത്രര് ചെല്ലുന്നത്. അപ്പൊ സുമന്ത്രര് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം സാധാരണ പട്ടുമെത്തയിൽ കിടക്കുന്ന ഇദ്ദേഹം അവിടെ താഴത്ത് അങ്ങനെ മലർന്നടിച്ച് കടന്ന് ഉറക്ക കരഞ്ഞുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. രാജാവിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ സുമന്ത്രർക്ക് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം രാജാവിനെ വിളിച്ചുണർത്തുകയാണ്. രാജൻ രാജൻ. അതിൻ്റെ ഇടയ്ക്ക് രാജാക്കന്മാരെയൊക്കെ പണ്ട് കാലത്ത് ഉണർത്താൻ വേണ്ടിയിട്ട് സ്തുതിപാഠകന്മാർ വരും. ഇന്നിപ്പോ നമ്മൾ അലാം വെക്കും, അന്ന് അലാം പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവര് വന്ന് പാടും. അത് കേട്ടിട്ടാണ് രാജാവ് ഉണർന്നു വരുന്നത്. ഈ സ്തുതിപാഠകന്മാര് വന്ന് ഉണർത്താൻ ശ്രമിച്ചപ്പോ തന്നെ കൈകേയി അവരെ ഓടിച്ചു, വീട്ടിൽ പോയി പാടിയാൽ മതി എന്ന്. ഈ മനുഷ്യനെ ഇനി ഉണർത്തേണ്ട യാതൊരു കാര്യമില്ല, ആ കാലമൊക്കെ പോയി. അത്രയുള്ള രാജാവിന്റെ വിലയുണ്ടായിരുന്നത്. കൈകേയി പറയുന്നത് അവരനുസരിച്ചു. ഈ സുമന്ത്രരുവിന്റെ നേരെ ചാടി. നോക്കൂ, രാജാവ് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ആ മനുഷ്യനൊട്ടും ഉറക്കണ്ടായില്ലേ. അവിടെ കിടന്നിട്ട് വെറുതെ രാമ 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 എന്നും പറഞ്ഞ് അലറിക്കൊണ്ടിരുന്നു. ഉറക്കം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, വേഗം പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പൊ സുമന്ത്രര് പറഞ്ഞു, നിങ്ങൾ ഉത്തരവിട്ടാൽ ഞാൻ പോവില്ല. ഞാൻ നിങ്ങളുടെ മന്ത്രിയല്ല. എനിക്ക് ഉത്തരവ് ആര് തരണം? രാജാവ് തരണം. അപ്പോഴാണ് കൈകേയിക്ക് മനസ്സിലായത് താൻ അമിതമായി കളിക്കുന്നത് ശരിയല്ല, തൻ്റെ അധികാരം വിട്ട് കളിക്കുന്നത് തനിക്ക് അപകടമാണെന്ന്. കൈകേയിക്ക് ചെറിയൊരു പിടി കിട്ടിയ കാര്യത്തില്. ഏതായാലും ആദ്യത്തെ ഒരു ഷോക്ക് സുമന്ത്രരിൽ നിന്നാണ്. അത് കഴിഞ്ഞ് രാജാവ് സമ്മതം കൊടുക്കുകയാണ് സുമന്ത്രരന് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ. രാമനാണെങ്കിലോ അവിടെ തറയിൽ കിടക്കുകയാണ്. സീതാദേവിക്കായിട്ട് കടന്നു കുളിച്ച് രാവിലെ രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, ഇന്നിപ്പോ തലയിൽ വെള്ളം ഒഴിക്കാൻ പോവുക. വേറെ വെള്ളം ഒഴിക്കാൻ പോകണമെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇവിടെ ഗംഗാജലവും മറ്റ് സ്നാനം ചെയ്യിച്ചിട്ട് രാമന്റെ തലയിൽ കിരീടധാരണത്തിനുള്ള ദിവസം അങ്ങനെ തയ്യാറായി നിൽക്കുമ്പോഴാണ് പുലർച്ചെ 3 മണിക്ക് സുമന്ത്രര് വന്നിട്ട് പറയുന്നത്, അച്ഛൻ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഉടനെ തന്നെ ലക്ഷ്മണൻ ചാടി പുറപ്പെട്ടു. സുമന്ത്രരുടെ തേരില് രാമനും ലക്ഷ്മണനും ഇരുന്നു. സീത പോയില്ല. എന്താണ് കാര്യം? അപ്പം രാമൻ അച്ഛൻ്റെ അടുത്ത് എത്തുമ്പോൾ രാമൻ കാണുന്ന അച്ഛൻ പട്ടുമെത്തയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ കുളിച്ചു തയ്യാറായി നിൽക്കുന്ന അച്ഛനല്ല. അവശനായി തലയെല്ലാം താഴെ ആ നിലത്ത് കടന്ന് ആകെ കരഞ്ഞ് ചീർത്ത മുഖവും ഒക്കെ ആയിട്ട് കണ്ണുനീര് നിറഞ്ഞ കണ്ണുകളും വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ് അച്ഛനെ കാണുന്നത്. എന്താണ് അച്ഛന് സംഭവിച്ചത്? എന്താണ് അച്ഛനെ അലട്ടുന്നത്? എന്തേ ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ആയത്? എന്താണ് അച്ഛന് സംഭവിച്ചു? ഓടിച്ചെന്ന് അച്ഛൻ്റെ തലയൊക്കെ എടുത്ത് മടിയിൽ വെച്ച് അച്ഛനെ ശുശ്രൂഷിക്കും. അച്ഛനാണെങ്കിലോ നിർത്താതെ കരയുകയാണ്. ഏത് അച്ഛനായാലും ആ ഒരു വാത്സല്യം ഉണ്ടാവുമല്ലോ മക്കളോട്. അപ്പോ അങ്ങനെ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴാണ് കൈകേയി പറയുന്നത്, അച്ഛൻ ദുഃഖിക്കുന്നത് കരയുന്നത് നിന്നെ ഓർത്താണ്.
നീ കാരണമാണ് അച്ഛന് ഈ ദുഃഖങ്ങളൊക്കെ ഉള്ളത്. രാമൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. താൻ കാരണം അച്ഛൻ വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. അപ്പൊ രാമൻ അവിടുന്ന് സത്യം ചെയ്യുകയാണ്. അച്ഛന് വേണ്ടി തീയിൽ ചാടാൻ ഞാൻ തയ്യാറാണ്. അച്ഛന് വേണ്ടി വിഷം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. സീതയെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ലക്ഷ്മണനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഏത് കാര്യമാണോ അച്ഛൻ എന്നോട് കൽപ്പിക്കുന്നത് അത് ഞാൻ ചെയ്യും. പിന്നെ ഉത്തമ മകനാരാണ്, മധ്യമനാരാണ്, അധമനാരാണ് എന്നൊക്കെ രാമൻ അവിടെ പറയുന്നുണ്ട് അല്ലേ. ഉത്തമൻ ആയ പുത്രൻ അച്ഛൻ പറയാതെ തന്നെ ഒരു കാര്യം പറഞ്ഞു ചെയ്തവൻ മധ്യമനാണ്, മറ്റവനാണെങ്കിൽ അതിലും മോശമാണ്, കൊള്ളരുതാത്തവനാണ്. ഈ തരത്തിലുള്ള ഒരു കൊള്ളരുതാത്ത മകനായി ഞാൻ മാറില്ല. അച്ഛന് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ ചെയ്യും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോ കൈയ്ക്ക് സമാധാനായി. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ രാമൻ നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ കൈകേയി 2 വരങ്ങൾ, അച്ഛനോട് ചോദിച്ച വരങ്ങൾ രാമനോട് പറയാണ്. അച്ഛൻ എനിക്ക് 2 വരങ്ങൾ തന്നിട്ടുണ്ട്, അത് നിന്നോട് പറയാൻ രാജാവ് ലജ്ജിക്കുന്നു, മടിക്കുന്നു. ഒന്നാമത്തത്, നീ പട്ടാഭിഷേകത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ഈ വസ്ത്രവും കിരീടവും ഒക്കെ ആർക്ക് കൊടുക്കണം? ഭരതന് കൊടുക്കണം. രണ്ടാമത്തത്, നീ 14 വർഷം വനത്തിലേക്ക് പോകണം. ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ ഒരു മകനോടാണ് ഒരു പേരമ്മ അല്ലെങ്കിൽ ഒരു ചെറിയമ്മ പറയുന്നെങ്കിൽ എന്തായിരിക്കും ആ സന്ദർഭത്തിലുള്ള അവസ്ഥ? ഞാൻ പാലക്കാട് നിന്ന് ചോദിച്ചിട്ടില്ല, പൊതുവെ എന്തായിരിക്കും ഒരു അവസ്ഥ? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പിന്നെ സംഭവിക്കുക? ഒരു പടക്കം പൊട്ടുവോ? പൊട്ടുവോ? പൊട്ടില്ല. അടി നടന്നിട്ടുണ്ടാവുമോ? ഉണ്ടാവൂ ഇല്ലയോ? തൻ്റെ അധികാരം നഷ്ടപ്പെടാൻ പോവാണ്. ഒരു വശത്ത് തനിക്ക് യുവരാജസ്ഥാനം ഇല്ല, 2 എവിടെ പോണം? അതും ആരൊക്കെ കൂടെ വരണമെന്നും പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് പോണം എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യമെങ്കിലും ഉണ്ടാവില്ലേ? ഭരതന് ഞാൻ രാജ്യം കൊടുത്തോളാം, ഞാൻ എന്തിനാണ് കാട്ടിപ്പോകുന്നെന്നുള്ളൊരു ചോദ്യം ചോദിക്കില്ലേ? നിങ്ങളാണെങ്കിൽ ചോദിക്കോ? ചോദിക്കൂല്ലയോ? ഏതൊരാളായാലും ചോദിക്കും. ഓക്കെ, ഒരു സ്ഥാനം നിങ്ങൾക്ക് ഒഴിവാക്കി തരാം, ഞാൻ ഒഴിവാക്കി തരാം, അതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാൻ എന്തിനാണ് ഒരു ദുരിതം അനുഭവിക്കാൻ വേണ്ടി വരുന്നത്? അത് ചോദിക്കില്ലേ? ചോദിക്കൂല്ലയോ? ഞാൻ എന്ത് ചെയ്ത തെറ്റിനാണ് കാട്ടി പോയിട്ട് ദുരിതം അനുഭവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ചോദിക്കൂല്ലയോ? എന്നാൽ രാമൻ ഇത് രണ്ടും ചോദിച്ചില്ല എന്ന് മാത്രല്ല, രാമൻ അവിടെ വളരെ നോക്കണം, നമ്മൾ അത്ഭുതപ്പെടുത്തും ആ കൊടുക്കുന്നൊരു മറുപടി. ഇതിനെന്തൊരു വിഷമമായതും. ആ വരികൾ നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം. ഇന്ന് ഇതൊക്കെ ഇത്തരം വരികളാണ് നമുക്ക് വേണ്ടത്. തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടത്തിലൂടെ, കഷ്ടത്തിലൂടെ പോകുമ്പോൾ അല്പം പോലും മാനസികമായി പതറാത്ത, പ്രതിഷേധിക്കാത്ത, പൊട്ടിത്തെറിക്കാത്ത, പൊട്ടിത്തകരാത്ത ഒരു രാമ മനസ്സ്. ഇത് എളുപ്പമാണോ കിട്ടല്? പറയൂ, എന്താ ഒന്നും മിണ്ടാത്തത്? ഇത് എളുപ്പമാണോ കിട്ടാൻ? എന്താ ഒന്നും മിണ്ടാത്തത്? മക്കള് നിങ്ങളോട് പറയാണ്, അമ്മേ നിങ്ങളുടെ സ്വർണ്ണാഭരണം മുഴുവൻ എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കുക, എന്നിട്ട് അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? അത് പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടണില്ല. രാമായണത്തിൽ എളുപ്പത്തിൽ വായിക്കാൻ പറ്റി. ഇത് മക്കള് നിങ്ങളോട് പറഞ്ഞു ഇരിക്കുക. നിങ്ങളിപ്പോ വിചാരിക്കണം പറയില്ല എന്നാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വിചാരിക്കുക, നിങ്ങളുടെ സ്വർണ്ണാഭരണം മുഴുവൻ, നിങ്ങളുടെ അടുത്ത് കുറച്ച് സ്വർണ്ണമുണ്ട്, ലോക്കറിൽ കിടക്കുന്നുണ്ട്, ഇത് മുഴുവൻ ഭാര്യയെ ഏൽപ്പിക്കണം, എന്നിട്ട് വീട്ടിൽ നിന്ന് അമ്മ എവിടേക്കാച്ചാ പോകണം, കാരണം അമ്മ അവിടെ നിന്നാ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കരയുന്നവർ എത്ര പേരുണ്ടാവും? ഇത് നിങ്ങൾ കയ്യൊന്നും പൊക്കാത്തത്? നിങ്ങൾക്ക് കാത് കേൾക്കില്ലേ ഇപ്പൊ? അത് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവോ? പൊട്ടിക്കരയോ? ഉണ്ടാവുന്നും മിണ്ടാത്തത്? കരയില്ല, കരയും. ഉണ്ടോ? ചിലപ്പോ ആ മകന്റെ ചെകിടത്തൊന്ന് കൊടുക്കുവോ? എത്ര പേര് കൊടുക്കും? അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും. അപ്പം പൊട്ടിച്ചിട്ടുണ്ടാവും. ഉണ്ടാവോ ഇല്ലയോ? ഇത്രയും കാലം തീറ്റിപ്പോരി വളർത്തി നീ തന്നെ എന്നോടൊന്ന് പറയണമെന്ന് പറയും ചിലപ്പം, അല്ലേ?
ആണോ? ആ മരുമകളെ നോക്കിയിട്ട് പറയും, നീ ഒരുത്തി കയറി വന്നതിന് ശേഷം എന്റെ സമാധാനം പോയതെന്ന്. അത് പറയുന്നവരുണ്ടാവുമോ? പറയുന്നവരുണ്ടാവില്ലേ? അതും പറയുന്നവരുണ്ടാവും. ഉണ്ടാവില്ലയോ? അല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഈ ദ്രോഹി എന്നോട് അന്യായം ചെയ്യാൻ, അല്ലേ പറയില്ലേ? എന്നാ നോക്കൂ, നിങ്ങള് രാമന് രാജ്യവും നഷ്ടപ്പെട്ടു, രാജാധികാരവും നഷ്ടപ്പെട്ടു, രാജ്യവും നഷ്ടപ്പെട്ടു. എവിടെ പോണം? കാട്ടിൽ. അതിന് രാമൻ കൊടുക്കുന്ന മറുപടി എന്താണ്? ആർക്കെങ്കിലും അറിയോ? പറയാതെ നോക്കാതെ പറയാൻ പറ്റുമോ? രാമൻ അതിന് പെട്ടെന്ന് കൊടുത്തൊരു മറുപടി എന്താണ്? ഈ വരികളൊക്കെ നിങ്ങളുടെ തലയിൽ നിൽക്കണം. അപ്പോഴേ രാമായണം നിങ്ങൾ വായിക്കുന്നത്. എന്താ രാമൻ കൊടുത്ത മറുപടി? അറിയുന്നവർ എത്ര പേരുണ്ട്? രാമൻ കൊടുത്ത മറുപടി എന്താണ്? നല്ല ആൾക്കാരാണ് നിങ്ങൾ, കർക്കിടകം തന്നെ വായിക്കണം നിങ്ങൾ രാമായണം. രാമൻ എന്ത് മറുപടിയാണ് കൊടുത്തത്? ഈ പ്രദേശങ്ങളിലൊന്നും രാമായണ വായന ഇല്ലേ? വർഷമൊന്നും വായന ഉണ്ടാവാറുണ്ടോ? രാമായണമൊന്നും വായിക്കാറില്ല. ആ, വായിക്കാറുണ്ട് അല്ലേ? നന്നായത്. അത് ഒരു അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു, മോളെ നീ ഒന്ന് വായിക്കട്ടെ, ഇവർക്ക് കാറ്ററാക്റ്റിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണ് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ മരുമകള് രാമായണം എടുത്ത് വായിക്കും. അവളെ MA മലയാളമൊക്കെയാണേ. ഇത്തം ഓരോന്ന് ചിന്തിച്ച നേരത്ത് രാമനും തോർത്തില്ല, ലക്ഷ്മണനും തോർത്തില്ല. അമ്മായിയമ്മ പറഞ്ഞു, അസത്തെ നിർത്തുക നിന്റെ വായന. അറ്റ്ലീസ്റ്റ് ആ ബോധെങ്കിലും നിനക്കുണ്ടാവണം. ഇവര് തോർത്തു കൊടുത്തിട്ടല്ല പോയതെന്ന്. ഇവർ രണ്ടുപേരും എന്ത് കൊടുത്തിട്ടാ പോയത്? മരുഭൂരി കൊടുത്തിട്ടാണ്. അപ്പൊ അവള് വായിക്കുന്നത് എന്താ വെച്ചാല്, വായിക്കുന്നിടത്ത് അവള് മുറിച്ചു വായിച്ചാണ്. രാമനും അത് ഓർത്തില്ല, ലക്ഷ്മണനും ഓർത്തില്ല എന്നാണ്. രാമനും ഓർത്തില്ല എന്നുള്ളിടത്ത് രാമനും എന്നുള്ളത് അങ്ങോട്ട് പോയാൽ പിന്നെ തോർത്തില്ല എന്നായി. അപ്പൊ ഇവരെന്താ തോർത്തു കൊടുത്തിട്ടാണോ പോയിരിക്കുന്നത് കാട്ടിലേക്ക്? ഇത് പറഞ്ഞ പോലെ ഇവിടെ നമ്മള് രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വരികളുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. 910 9-10 വരികള്. അവിടെയാണ് താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. 2-ാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ. കാണുന്നുണ്ടോ? 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ടു, മന്നവനിന്നത് ദുഃഖമാകുന്നതും. കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിയിടിനാൻ. രാമനും ചൊല്ലി. എന്താ ചൊല്ലിയത്? ഇന്ന് അതിനെന്തൊരു വൈഷമ്യമായത്. അത് അണ്ടർലൈൻ ചെയ്യണം. ഇന്ന് അതിനെന്താണ് ഒരു വിഷമെന്നാണ്. ഇതിനെന്താ ഒരു വിഷമെന്നാണ്. മനസ്സിലായില്ലേ? അതായത് വളരെ ലാഘവത്തോടെ. ഇപ്പൊ ഒരാള് നിങ്ങളോട് പറയണ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ഓ, അതിനെന്താ ഒരു ബുദ്ധിമുട്ട്? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ അത്ര ഒരു ലാഘവത്തോടെയാണ് ഈ ഗുരുതരമായ പ്രശ്നത്തെ രാമൻ നേരിട്ടത്. അതായത് രാമന്റെ മനസ്സിൽ അല്പം പോലും ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാൻ, ഭയം സൃഷ്ടിക്കാൻ, വിഷമം സൃഷ്ടിക്കാൻ, വേദന സൃഷ്ടിക്കാൻ ആർക്ക് പറ്റിയില്ല? കൈകേയിക്ക് സാധിച്ചില്ല. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, ആ സീനൊന്ന് ആലോചിച്ചു. രാമായണം, രൺബീറിന്റെ രാമായണം മൂവി വരാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കും. ബാഹുബലിക്ക് ശേഷം ഒരു വലിയ എത്രയാണ് 700 കോടി ബഡ്ജറ്റിന്റെ മൂവിയാണത്. അപ്പൊ അത്രയും അതിന്റെ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ മൂവി ഇറക്കുന്നത്. അപ്പൊ നോക്കൂ, ദശരഥ മഹാരാജാവ് തളർന്നു കിടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു രംഗം. അച്ഛൻ വീണ് കിടക്കുകയാണ്. ആ അച്ഛനെ കാണുമ്പോൾ തന്നെ മനസ്സിൽ വിഷമമുണ്ടാവുമോ? ഉള്ളിൽ ഒരു തോന്നലുണ്ടാവില്ലേ? അച്ഛൻ ഈ അവസ്ഥ വരുത്തിയത് ഈ അമ്മയാണെന്നുള്ളത് ഉണ്ടാവില്ലേ? അതിന്റെ പുറമെ അമ്മ 2 വരം ചോദിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് പറയൽ അത്ര എളുപ്പമാണോ? അച്ഛന്റെ അവസ്ഥയും അമ്മയുടെ 2 വരങ്ങളും ഒരു സാധാരണ ഒരു മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അവർക്ക് പറയും, ഇതാണ് ആത്മീയത എന്നുള്ളത്. ആത്മീയത കൊണ്ട് എന്താ നേടുന്നത്? ആത്മീയത എന്തിനാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത്? ഞാനതൊക്കെ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്?
ഞാൻ ഇന്നലെ പറഞ്ഞു, ശങ്കരാചാര്യസ്വാമികളുടെ ആ വരികൾ എപ്പോഴും ഓർക്കണം. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും ഓർക്കണം. എന്താണ്? പോയി അതല്ല, ഇന്നലത്തെ ഉച്ചയ്ക്കത്തെ ഊണോടുകൂടി തീർന്നു. ശങ്കരാചാര്യസ്വാമികൾ എന്താ പറഞ്ഞത്? കഷ്ടാണേ നിങ്ങളതൊക്കെ ഓർത്തു വെക്കാത്തത്. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നില്ലേ, ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ വരികളുണ്ട്. എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? ചിത്തസ്യ ശുദ്ധയേ കർമ്മ. പറയൂ. ഇത് ശങ്കരാചാര്യസ്വാമികളുടെ വാക്കുകൾ ഓർത്തു വെക്കണം. ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരേണ്ടിയിരുന്നത്. ആരും ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചില്ല. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്? കഷ്ടം. എന്നിട്ട് നിങ്ങൾ പോത്തുപോലെ കേട്ടിരിക്കുക. മനസ്സിൽ ഉറപ്പിച്ചു വെക്കൂ. എന്താണ്? ചിത്തസ്യ ശുദ്ധയേ കർമ്മ. ഒന്ന് ഉറക്കെ പറയും എല്ലാവരും. നാളെ നിങ്ങൾ പറഞ്ഞില്ലേ 108 പ്രാവശ്യം എഴുതി വെക്കണേ. നിങ്ങൾക്ക് ഇമ്പോസിഷൻ തരും ഞാൻ. പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ ജന്തുക്കളാവും. എന്തെങ്കിലും ഹിന്ദുക്കളാവണ്ടേ നമ്മള്? അതേ പോത്ത് പോയിട്ട് പോത്തിനെ പോലെ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? പശുക്കളും നമ്മൾ പിന്നെ എന്താ വ്യത്യാസം? അതും മുന്നിൽ പോകുന്നതിന്റെ പിന്നാലെ പോകുന്നു വേറൊരെണ്ണം. നമ്മൾ അതുപോലെ പോകുന്നെങ്കിൽ നമ്മളും അതും തമ്മിൽ എന്താ വ്യത്യാസം? മുമ്പേ ഗമിച്ചീടിന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോത്തുകളാവരുത്. മനസ്സിലായില്ലേ? കുറച്ചൊരു ബോധമുള്ള മനുഷ്യരാവണം. അപ്പൊ നമുക്കൊരു കാര്യബോധം ഉണ്ടാവണം. എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധമുണ്ടാവണം. വേണോ? അതൊന്നും വിടാത്തത് നിങ്ങൾ. എന്നിട്ട് ആ ബോധമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കാണിച്ചത്. അതിനാണ് നമ്മളിതൊക്കെ കേൾക്കുന്നത്. ബോധം വരുത്തുവതിനാളായി നിന്നപര ആചാര്യരൂപഹരി നാരായണായ. സത്യം പറഞ്ഞാൽ ഇന്ന് ഹിന്ദുക്കളില്ല, ഒക്കെ പോത്തുകളാണ്. നമ്മളെ ഹിന്ദു എന്ന് വിളിക്കുന്നതേ ഒരു തെറ്റാണ്. നല്ല വേർഡ് പോത്ത് ഹിന്ദു എന്നാണ്. കാരണം ഒരു കാര്യബോധത്തിൽ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നവര് എന്താ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങൾ പോത്തുകളല്ലാത്തത് പോലെ ഇരിക്കണോ? നല്ല പോത്ത് ബുദ്ധി വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ നമ്മളൊക്കെ ഒരു തരം പോത്തുകളാണ്. കാരണം ഒരു കാര്യബോധം ഇല്ലാതെയാണ് പലതും ചെയ്യുന്നതും. ഇതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അപ്പൊ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഇനി നിങ്ങൾ മറക്കില്ല. കാരണം ഇനി പോത്ത് ഞാൻ വിളിക്കുക. അല്ലെങ്കിൽ എന്തിനാ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? ചിത്തസ്യ ശുദ്ധയേ കർമ്മ. എന്താണ്? ഈ വാക്കുകളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കണം. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പൊ ചിത്തശുദ്ധി എങ്ങനെ ഉണ്ടാവുക? താനേ ഉണ്ടാവുക? അമ്പലത്തിൽ പോയാൽ ഉണ്ടാവുമോ? അതിനെന്ത് വേണം? അതിനാണ് മന്ത്രജപം, നാമജപം. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പം ഞാൻ പോത്തുനിന്ന് വിളിക്കേണ്ട പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ബോധം ഉറച്ചു വന്നിരുന്നു, അല്ലേ? നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ശക്തി നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, നാമം ജപിക്കുമ്പോൾ എന്തുണ്ടാവും? മനസ്സ് വികസിക്കും, മനസ്സിന് ശക്തി ഉണ്ടാവും, മനസ്സിന് വിവേകമുണ്ടാവും. അപ്പൊ രാമനെ പോലെ നമുക്കും പല പ്രശ്നങ്ങളെയും തൃണവത്കരിക്കാം, തൃണ പോലെ കാണാം, നിസ്സാരമായി കാണാം. രാമൻ എന്താ പറഞ്ഞത്? രാമൻ എന്താ പറഞ്ഞത്? അയ്യോ, ഇപ്പൊ പറഞ്ഞ വരികൾ ഓർക്കാൻ പറ്റില്ലേ? രാമൻ എന്താ പറഞ്ഞത്? 2 വരം ചോദിച്ചപ്പോ രാമന് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്താ പറയുന്നത്? എന്താ ഇതിനൊരു വിഷമം, ഒരു ബുദ്ധിമുട്ട് ഇതിൽ എന്താ ഉള്ളത്? ഇതിലിപ്പോ എന്താത്തൊരു ബുദ്ധിമുട്ട്? എന്തൊരു നിസ്സാരതയോടുകൂടി കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. രാമായണത്തെ വളരെ മനോഹരമായി ആവിഷ്കരിച്ച ഒരു മഹാത്മാവാണ് തുളസീദാസ്. അദ്ദേഹം ഉത്തരേന്ത്യക്കാരനാണ്. അദ്ദേഹം എഴുതിയ രാമായണമാണ് രാമചരിതമാനസം. നോർത്തിലെ ഏറ്റവും കൂടുതൽ സുപ്രസിദ്ധമായ കൃതിയാണ് ഇത്, രാമചരിതമാനസ്. ഇപ്പോഴും ഏപ്രിൽ മാസത്തിൽ നവരാത്രി എന്ന് പറഞ്ഞാൽ രാമചരിതമാനസാണ്, രാംപാട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ രാമായണം വായിക്കുവര്. എല്ലാ ക്ഷേത്രം, ഈവൻ വൃന്ദാവനത്തിൽ പോയാലും നിങ്ങൾ അയോധ്യയിൽ പോയാലും 24 hours രാമായണം വായിക്കുന്ന ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതില് തുളസീദാസിയുടെ ഒരു വരി ഇങ്ങനെയാണ്: ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്ന രാമൻ. അപ്പൊ നമ്മളൊക്കെ രാമൻ എന്നൊക്കെ പറഞ്ഞാൽ അവില് നിവേദിക്കുന്ന രാമനാണ്, നമ്മുടെ കാര്യം നടത്തി തരുന്ന രാമനാണ്. പക്ഷെ ഞാൻ വെക്കുന്ന രാമൻ, എൻ്റെ മനസ്സിൽ ഞാൻ പ്രതീക്ഷിച്ച രാമൻ, അദ്ദേഹം മനസ്സിൽ ആ രാമന്റെ ചിത്രം വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് പ്രസന്നതം യാനകഥാഭിഷേക, പ്രസന്നതം യാനകഥാഭിഷേക. അഭിഷേകത്തിന് തയ്യാറാകുന്ന രാമന്റെ മുഖത്തെ പ്രസന്നത.
പ്രസന്നതാം അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ യുവരാജാവായി ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന രാമന്റെ മുഖത്തെ മുഖപ്രസന്നത. പ്രസന്നതം യാന കഥാഭിഷേക തഥാന്നമംളേ വനവാസ ദുഃഖത. വനവാസത്തിലേക്ക് പോകൂ എന്ന് കൈകേയി പറഞ്ഞപ്പോഴും ആ മുഖപ്രസാദത്തിന്, മുഖപ്രസന്നതയ്ക്ക് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. അപ്പൊ നോക്കൂ, ആ ഒരു മുഖം, ആ മുഖാംബുജ ശ്രീ രഘുനന്ദനസ്യ സദാ വസതു മേ ഹൃദയേ, എന്റെ ഹൃദയാംബുജത്തിൽ എപ്പോഴും വസിക്കട്ടെ എന്നാണ് തുളസീദാസിയോട് പറയുന്നത്. അപ്പൊ ഏത് തരം മുഖാണ്? പട്ടാഭിഷേകത്തിന് തയ്യാറാവാൻ അച്ഛൻ കൽപ്പന കൊടുത്ത സമയത്തുള്ള അതേ മുഖാംബുജം ഇവിടെ കൈകേയി കാട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞപ്പോഴും രാമന് അതുപോലെ കോട്ടം വരാതെ, വാട്ടം വരാതെ നിലനിർത്താൻ അവർക്ക് പറയൂ സാധിച്ചു. ഇത് സാധിക്കണോ നിങ്ങൾക്ക്? ഇത് വേണോ? എന്താ ഒന്നും മിണ്ടാത്തത്? വേണ്ടേ? അപ്പൊ നാളെ നമ്മൾ ഒരു ടെസ്റ്റിന്, ബ്ലഡ് ടെസ്റ്റിന് പോയി. ബ്ലഡ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇത്തിരി ഒരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. ആ റിസൾട്ട് വാങ്ങിക്കാൻ പോകുമ്പോഴോ, ആ റിസൾട്ട് വാങ്ങാൻ പോകുമ്പോഴും എങ്ങനെ ഉണ്ടായിരിക്കും? എന്നിട്ട് ഡോക്ടർ ആ റിസൾട്ട് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പറയാണ് ഒരു ഉത്തരവൊന്നും പറയാതെ അവിടെ തന്നെ വെച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കൂടിയോ ഇല്ലയോ? പറയൂ. എന്നാ ഈ ശ്ലോകം നിങ്ങൾ ഓർത്തുകൊണ്ട് പോവുക. ഇത് രാമൻ ഇപ്പൊ പറഞ്ഞ വരികൾ മറിച്ച് ഉറപ്പിച്ചു കൊണ്ടുപോവുക. എന്താണ്? എന്താ ഇതിന് ഇത്ര ഒരു വൈഷമ്യം എന്നുള്ളത്? അങ്ങനെ നിങ്ങൾ ലൈഫിനെ കണ്ടു നോക്കൂ. എന്ത് ടെൻഷൻ, പിന്നെ പോടാൽ പോകട്ടും, പോടാന്ന് പറയുന്ന രീതിയിൽ ഇല്ലേ? ആ രീതിയിൽ നമുക്ക് ഈ മനസ്സിനെ കൊണ്ട് ഒരു കാര്യത്തെ നിസ്സാരമായി കാണാൻ സാധിച്ചാൽ മനസ്സിന്റെ അസ്വസ്ഥതകളും ദുഃഖങ്ങളും വിഷമങ്ങളും അവിടെ ഇല്ലാതാക്കാൻ പറ്റും, അല്ലേ? അതിനെന്ത് വേണം? എനിക്കെന്തോ നഷ്ടം പറ്റൂ, എനിക്കെന്തോ സംഭവിച്ചു, ഈ എനിക്കുണ്ടാവരുത്. ഈ ഞാൻ ഉള്ളിടത്ത് ഒക്കെ നമ്മൾ മാറ്റി പറയേണ്ടത് ദൈവനിശ്ചയം നടക്കട്ടെ, ഭഗവാന്റെ നിശ്ചയം നടക്കട്ടെ, ഭഗവാൻ എന്താണോ നിശ്ചയിച്ച് അത് നടക്കട്ടെ. മനസ്സിലായില്ലേ? ഇപ്പൊ ദുഃഖിക്കുന്നവരൊക്കെ ഞാൻ എന്നത് ഫോക്കസ് ചെയ്യുന്നവരാണ്. എനിക്കങ്ങനെ സംഭവിച്ചു, എനിക്കിങ്ങനെ സംഭവിച്ചു, എന്നെ വേദനിപ്പിച്ചു, എന്നെ പരിഹസിച്ചു, എന്നെ അവഗണിച്ചു, അത് പറയുന്നവർക്കാണ് എന്തുള്ളത്? കൂടെ വന്നില്ല. ദുഃഖങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാതികളും. അതെങ്ങനെയാ പരിഹരിക്കുക? ആ സ്ഥാനത്ത് എന്ത് വെക്കണം? അതൊന്നും ഇണ്ടാത്തത്. ഭഗവാന്റെ നിശ്ചയം നടക്കട്ടെ, ഭഗവാന്റെ നിയോഗം നടക്കട്ടെ, ഭഗവാൻ എന്താണോ നിശ്ചയിച്ച അത് നടക്കട്ടെ, ഇതാണ് ഭഗവാന്റെ നിശ്ചയം എന്നത് പറയാൻ സാധിച്ചാൽ അപ്പൊ ഞാനെന്ന ഭാവം പറയൂ ഇല്ലാതെ. അപ്പൊ ഞാൻ എന്തിനായിരുന്നു ദുഃഖിക്കുന്നത്? ഭഗവാന്റെ നിശ്ചയമാണത്, കടന്നു പോകണം, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ജീവിതത്തെ കാണാൻ സാധിക്കണമെങ്കിൽ ഭക്തി അത്രത്തോളം ഉയരണം. മനസ്സിലായില്ലേ? രാമൻ ദൈവമായതുകൊണ്ടല്ല, രാമൻ ആ മനസ്സിനെ അത്രയും ഉയർത്തി. രാമന്റെ ചെറുപ്പത്തിൽ തന്നെ രാമന് മനസ്സിലായൊരു പാഠമുണ്ട് വസിഷ്ഠരിൽ നിന്ന്. ശരീരകൃതം കൃതം സർവം മനഃകൃതം ഏവാണ്. ഇത് വാസിഷ്ഠത്തിൽ വരുന്ന ഒരു വരികളാണ്. രാമ, വാസിഷ്ഠം എന്ന് പറഞ്ഞാൽ യോഗവാസിഷ്ഠം എന്നൊരു കൃതിയുണ്ട്. അവിടെ രാമനും വസിഷ്ഠനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണത്. അതൊരു 24,000-ഓളം ശ്ലോകങ്ങളുള്ള മനോഹരമായൊരു കൃതിയാണത്. അതിന്റെ പേര് യോഗവാസിഷ്ഠം എന്നാണ്. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നതാണെന്ന് ശരീരകൃതം കൃതം ഏതാണ്? സർവം മനഃകൃതം ഏവ. എല്ലാം ചെയ്യുന്നത് ആരാണ്? മനസ്സാണ്. ശരീരമല്ല ചെയ്യുന്നത് ആരാ? മനസ്സാണ്. മനസ്സിലായില്ലേ? ഈ ബോധം നമുക്കുണ്ടാവണം. മനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിനെ കൊണ്ട് പഠിപ്പിക്കണം ദൈവനിശ്ചയത്തെ ഉൾക്കൊള്ളാൻ, ഭഗവാന്റെ നിയോഗത്തെ ഉൾക്കൊള്ളാൻ. മനസ്സിലായില്ലേ? അപ്പൊ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ നിന്ന് കുറയും. ഇവിടെ കൈകേയി പോലും ഞെട്ടിപ്പോയി. ദശരഥൻ തളർന്നു വീണു. കാരണം ദശരഥന് പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് കാരണം? ഞാനെടുത്ത തീരുമാനം, ഞങ്ങൾ മന്ത്രിമാരെടുത്ത തീരുമാനം, രാജ്യസഭയിലെടുത്ത തീരുമാനം, ഇനിയിപ്പോ നാളെ ഞാൻ ജനങ്ങളുടെ മുഖത്തെങ്ങനെ നോക്കും? സ്വന്തം പുത്രനെ കാട്ടിലേക്ക് പറഞ്ഞയച്ച് സ്വന്തം പുത്രനെ പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്ന നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് ആ സ്ഥാനത്ത് ഈ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, കുറെ ഈ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചില വീടുകളിലുണ്ടല്ലോ ട്വിൻസ് പെൺകുട്ടികൾ ഉണ്ടാവും. അതിലൊരു പെൺകുട്ടി അത്രയൊന്നും മിടുക്കിയാവില്ല, അപ്പൊ ട്വിൻസും ആയിരിക്കും.
അതിൽ നല്ല പെൺകുട്ടിയെ കാണിച്ചിട്ട് പയ്യന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി കല്യാണം കഴിക്കാൻ നേരത്ത് നിങ്ങൾ ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ നടന്നിട്ടുണ്ടോ പണ്ട് കാലത്ത്? ഇത് നടന്നിട്ടുണ്ടോ? ഇല്ല. ഇത് നടന്ന കേസ് എനിക്കറിയാം. നല്ലൊരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് കല്യാണം കഴിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, ഫസ്റ്റ് ഡേ ആണ് മനസ്സിലായത്, ഇവള് മാനസികമായിട്ട് അത്ര ഉയർന്ന പെണ്ണല്ല, അവൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. പെണ്ണിനെ മാറ്റിക്കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല? ചെക്കനെ മാറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല? ഒന്നും മിണ്ടാത്തത് നിങ്ങള്. ഈ ട്വിൻസിന്റെ ഇടയിൽ അതൊക്കെ സംഭവിക്കും. കാണിച്ചു കൊടുക്കുന്ന ഒന്നും കെട്ടിച്ചു കൊടുക്കുന്നത് വേറൊന്നും. അങ്ങനെയൊക്കെ സംഭവിക്കും. ആണോ? ഒന്നും മിണ്ടാത്തത് നിങ്ങള്. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കെട്ടിച്ചു കൊണ്ടില്ല ഒരു പക്ഷേ, ഇല്ലേ? അപ്പോഴൊക്കെ എല്ലാവരും മനസ്സിലും ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളൊരു നല്ല സാരി കൊടുക്കണം എന്ന് വിചാരിച്ചു, പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ അതിനേക്കാളും നല്ലത് വേറെ ഇല്ല. അപ്പൊ ഉള്ളിലൊരു തോന്നൽ, ഇത് ഞാൻ എടുത്തു വെക്കാം, മറ്റേത് കൊടുത്തേക്കാം. തോന്നാറില്ല അങ്ങനെയൊക്കെ? നിങ്ങൾ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുതേ. എല്ലാവരുടെ ഉള്ളിലും ഇത്തരം സ്വാർത്ഥ വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഉണ്ടാവില്ല? ഉണ്ടാവുമായിരിക്കാം. അപ്പോ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ദശരഥ മഹാരാജാവിന് തൻ്റെ പുത്രനെ കാട്ടിലേക്ക് അയക്കണം, ജനങ്ങളെ അഭിമുഖീകരിക്കണം, എടുത്ത തീരുമാനം മാറ്റേണ്ടതായിട്ട് വന്നു. രാജാവിന്റെ തീരുമാനം മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭാര്യ കാരണം മാറ്റി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേടുണ്ടോ? ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ ചീത്ത വിളിക്കുന്ന പോലെ പാറ്റകൾ വിചാരിച്ചിട്ട് ഒരു മന്ത്രിയെ തന്നെ മാറ്റേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോ ദശരഥ മഹാരാജാവിന് സ്വന്തം തീരുമാനം ഭാര്യ കാരണം മാറ്റേണ്ടതായിട്ട് വന്നു. ഈ അഭിമാന പ്രശ്നങ്ങളൊക്കെ രാജാവിനെ മാനസികമായി തളർത്തി. ആണോ അല്ലയോ? എന്നാൽ രാമൻ ഈ തരത്തിലേ അല്ല ചിന്തിച്ചത്. ഇതെല്ലാം ദൈവനിശ്ചയത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഇതിനെന്താ എനിക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ എളുപ്പമാണോ? രാമന് പറയാൻ സാധിച്ചു. അതാണ് രാമന്റെ മഹത്വം, ഇല്ലേ? എന്തുകൊണ്ട് നമ്മൾ രാമനെ പൂജിക്കണം? ഇതാണ് രാമൻ നമുക്ക് കാണിച്ചു തന്നത്. ജീവിതത്തിൽ തലപോകുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പോലും അല്പം പോലും തല നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടെന്ന് തെളിയിച്ചു തന്ന അവതാരമൂർത്തിയാണ് ആര്? പക്ഷെ നമ്മളിത് ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രം. നമ്മൾ ആ ലെവലിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രം. നമ്മൾ അതിന് പകരം രാമനോട് ഒരു പ്രശ്നം എനിക്ക് വരല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാനസികാവസ്ഥയിൽ രാമൻ നിൽക്കുമ്പോൾ പിന്നെ രാമൻ ചോദിക്കുകയാണ്, ഹേയ്, എന്റെ അച്ഛനത് എന്നോട് പറയാൻ ഇത്ര വിഷമം എന്നാണ്. അച്ഛനോട് പറഞ്ഞാൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? ഇതിനിപ്പോ എന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്? രാജ്യം ഭരതന് കൊടുക്കുന്നതിലോ തനിക്ക് കാട്ടിൽ പോകുന്നതിനോ ഒരു വിഷമവും ആർക്ക് തോന്നിയില്ല? രാമന് തോന്നിയില്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പറയുമ്പോഴും എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും രാമൻ അത്തരത്തിലുള്ളൊരു തീരുമാനം പെട്ടെന്നെടുത്തതല്ല. ഒരു ദൈവനിശ്ചയം എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഒളിച്ചുകളിയായിരുന്നില്ല അത്, അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല അത്. രാമനെ സംബന്ധിച്ച് രാമന് ബോധ്യമുണ്ട്. രാമൻ, ഞാൻ പറഞ്ഞു, യുവരാജാവായി ശേഷം രാജാവിന്റെ പദവി എടുക്കുന്നതല്ല. നേരത്തെ തന്നെ ഇവരെല്ലാം ഭരണതന്ത്രത്തിന്റെ, രാജഭരണത്തിന്റെ ഒരു കൂടെ പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇവര് നേരത്തെ തന്നെ രാജഭരണത്തിന്റെ ഒരു ഭാഗമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവരൊക്കെ രാജഭരണത്തിൽ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് ഭരതനും ഇത് കൊണ്ടു നടക്കാൻ കഴിവുണ്ട് എന്ന ബോധം ആർക്കുണ്ടായിരുന്നു? രാമനുണ്ടായിരുന്നു. പിന്നെ കാട്ടിൽ 14 വർഷം ജീവിക്കുക എന്ന് പറയുന്നതും വലിയ പ്രശ്നമായിട്ട് രാമന് തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം രാമൻ കാട്ടിൽ നേരത്തെ ആരുടെ കൂടെ പോയി? മഹർഷിമാരുടെ ആശ്രമമുണ്ട് അവിടെ, ഒരുപാട് ആശ്രമങ്ങളുണ്ട്. അപ്പൊ രാമൻ അറിയാം മഹർഷി വര്യന്മാരുടെ ആശ്രമങ്ങളിൽ ചെലവഴിച്ച് പല കാര്യങ്ങളും അവരിൽ നിന്നും പഠിച്ചെടുക്കാം. വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 55ഓളം അസ്ത്രവിദ്യകൾ ആര് പഠിച്ചിട്ടുണ്ട്? രാമൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രാമന് വെറുതെ ഒരു വെക്കേഷൻ അല്ല അത്, ഒരു എന്താണ് ഹോളിഡേ ട്രിപ്പ് അല്ല അത്. രാമനെ സംബന്ധിച്ച് മഹർഷി വര്യന്മാരിൽ നിന്നും തനിക്ക് പലതും പഠിച്ചെടുക്കാനും കൂടി കിട്ടുന്നൊരു അവസരമാണ്. ഇപ്പൊ രാമൻ നേരത്തെ തന്നെ കാട്ടിൽ പോയതുകൊണ്ട് അവിടെ നടന്ന അവിടെ എന്തൊക്കെയാ നടക്കണം എന്നുള്ള കാര്യങ്ങൾ രാമന് ബോധ്യമുള്ളത് കൊണ്ടും, രണ്ടാമത്തത് ഭരതൻ ഇതിനെല്ലാം യോഗ്യനാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്
രാമൻ ഇത്ര നിസ്സാരതയോടുകൂടി പറഞ്ഞത്, ഇതിലെന്താ ഒരു വിഷമം, ഇതിലെന്താ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ രാമന് സാധിച്ചത്? മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഈ തരത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടല്ലോ, ഒരു അനുഷ്ഠാന ജീവിതം ഉള്ളവർക്ക് അവർക്ക് ഇവിടെ അല്ലെങ്കിൽ എവിടെ പോയാലും അവർക്കൊരു അനുഷ്ഠാന ജീവിതം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ നാളെ നിങ്ങളോട് മക്കൾ പറയണം, അമ്മ എന്തിനാ ഇവിടെ താമസിക്കുന്നത്, അമ്മ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ എവിടെ പോയാലും എൻ്റെ അനുഷ്ഠാനം കൂടെ ഉണ്ടാവും. അത് നമ്മളിപ്പോഴേ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് കുറച്ച് സമയം നാമജപത്തിൽ മുഴുകിച്ചേരാൻ നമുക്ക് സാധിക്കണം. ആരെയും ആശ്രയിക്കാത്ത ഒരു ലെവലിലേക്ക് മനസ്സിനെ നമ്മൾ ഉയർത്തിയെടുക്കണം. അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു ഇരകളാണ്, നിങ്ങളൊരു ഭാരമാണ്, നിങ്ങളൊരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഗുരുവായൂരിലൊക്കെ പോയാൽ ധാരാളം സ്ത്രീകളെ കാണാം. ആ സ്ത്രീകളൊക്കെ അവിടെ വന്ന് പെട്ടെന്താ കാരണം? വീട്ടുകാർക്ക് മടുത്തുപോയി മക്കൾക്ക്. അപ്പൊ എന്താ വീട്ടുകാർക്ക് മടുക്കാൻ കാരണം? അവിടെ വേണ്ടാത്ത കാര്യങ്ങൾ അവര് അവിടെ ഇരുന്നിട്ട് വല്ലവന്റെയും കുറ്റവും കുറവും പറയുമ്പോൾ വെറുക്കും, മറ്റുള്ളവർ വെറുക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൃത്യമായ ആത്മീയ പ്രായമാകും തോറും ആത്മീയ അനുഷ്ഠാനത്തിനോട് കൂടുതലൊരു താല്പര്യം കാണിക്കുമ്പോൾ ആരുടെ കാര്യത്തിലും അനാവശ്യമായി ഇടപെടലുകൾ ഇല്ലാതെ പോയാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഭാരവും ബാധ്യതയും പ്രശ്നവും ആവില്ല. മനസ്സിലാവുണ്ടല്ലോ? ആത്മീയത എന്ന് പറയുന്നത് നിങ്ങളോട് കൂടിയ ഒരു ജീവിത രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ആത്മീയത. അപ്പൊ നിങ്ങൾ രാവിലെ കൃത്യതയോടെ നിങ്ങൾ കൊണ്ടു നടക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും. കാരണം നിങ്ങളുടെ സ്വാർത്ഥ സുഖം, ഇപ്പൊ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ ശരീര സുഖത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. ഈ ശരീരം എന്നും ഒരേ ആരോഗ്യത്തോടെ നിൽക്കില്ല. ഇതുപോലെ നിങ്ങളുടെ വിചാരം വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുന്നതാണ്. മക്കളുണ്ടെങ്കിലും ഭാര്യ ഉണ്ടാവുന്നതാണ്. ഈ ബന്ധത്തിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഭാര്യ മരിച്ചുപോയി, ഒറ്റപ്പെട്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ വിഷമിക്കും. മക്കളാണെങ്കിൽ പറയും അമ്മ അച്ഛൻ ഇവിടെ നിൽക്കണ്ടെന്ന്. അരെ ഈ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു സംസ്കാരം ഇല്ലേ? വെറും ടിവിയും കണ്ട് ന്യൂസും കണ്ട് സീരിയലും കണ്ടിരിക്കുന്ന ഒരാളെ ആര് വേറെ ചെയ്യും? ആർക്ക് താങ്ങാൻ പറ്റും? അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആർക്കും വേണ്ടാതെ എന്നിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോകേണ്ട അവസ്ഥ വരുന്ന ആൾക്കാർ. അപ്പൊ ആദ്യമേ നമ്മൾ പ്രിപ്പയർഡ് ആക്കണം നമ്മളെ. അതായത് ജീവിതം മുന്നോട്ട് പോകും തോറും ആരെയും ആശ്രയിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ ഉയരണം. അതിന്റെ പേരാണ് പരാശ്രയത്തിൽ നിന്നും പരമേശ്വരാശ്രയത്തിലേക്ക് ഉയരണം. ഏതാശ്രയത്തിലേക്ക്? ഭഗവാന്റെ ആശ്രയത്തിലേക്ക് വരണം. അതിന്റെ പേരാണ് പാദഭക്തി. ഭഗവാന്റെ പാദം ആശ്രയമാണ്. ഒരു ശരീരം നിൽക്കണമെങ്കിൽ അത് പാദത്തിലാണ് നിൽക്കുക. പാദത്തെ ആശ്രയിക്കണം. ഏത് പാദം ആശ്രയിക്കണം? ഭഗവാന്റെ പാദം ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പാദത്തെ മനസ്സിൽ ഭാവന ചെയ്തും നാമത്തെ മനസ്സിൽ ആവർത്തിച്ചും ക്രമേണ മനസ്സ് പാദത്തിലും നാമത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഒരു നിരന്തരമായ പരിശീലനം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമ്മളെ ആർക്കും അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. നിങ്ങൾ രാമായണം കേട്ടുപോയത് കൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി തരികയാണ്. മനസ്സിലായില്ലേ? രാമായണം കേൾക്കുക എന്നത് ഒരു കാര്യം വ്യക്തമാക്കി തരികയാണ്. ആ വ്യക്തമായാൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിൽ ആ വ്യക്തത ഉറച്ചു കിട്ടണമെങ്കിൽ അതിന് നിരന്തരമായി പ്രയത്നം വേണം. അതുകൊണ്ട് 2 വാക്കുകൾ ഹിന്ദു മതത്തിലുണ്ട്. ഒന്ന് ജ്ഞാനവും, 2 വിജ്ഞാനവും. ജ്ഞാനം എന്ന വാക്കിന് ഗുരുക്കന്മാരിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്ന് പകർന്നു കിട്ടുന്ന അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുക. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദാറ്റ് നോളജ് വെൻ വി കൺവേർട്ടഡ് ഇൻ ടു പ്രാക്ടീസ്, അത് നമുക്ക് കൺവിക്ഷനായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന വാക്കാണ് വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പീരിയൻസ്ഡ് നോളജ് എന്നാണ്. അവനവൻ അനുഭവിച്ചറിയുന്ന അറിവിനെയാണ് എന്ത് പറയുക? വിജ്ഞാനം എന്ന് പറയുക. അതിന് വിസ്ഡം എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് അത് വിസ്ഡം ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതായത് കേട്ടത് കൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. അത് അനുഷ്ഠിച്ച് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു വരുമ്പോഴാണ് നമുക്കും ജീവിതത്തെ വളരെ ലാഘവത്തോടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ളവരെ തളർത്താൻ വിധിക്ക് പോലും സാധ്യമല്ല. വിധി ആരെയാണ് കീഴ്പ്പെടുത്തുന്നത്? സ്വാർത്ഥ സുഖത്തിൽ ജീവിക്കുന്നവരെ. ആരാണോ അനുഷ്ഠാനത്തിൽ ജീവിക്കുന്നത് അവർക്ക് വിധിയെ നിസ്സാരമായി കാണാൻ സാധിക്കുമ്പോൾ ഒരു വിധിയും അവരെ മാനസികമായി തളർത്തില്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ രാമ മനസ്സ് നമ്മൾ നേടിയെടുക്കണം. വേണോ വേണ്ടയോ? രാമ മനസ്സ്. രാമനിപ്പം എല്ലാം നഷ്ടമാണ്. കൊട്ടാരവും പോയി,
രാജ്യവും പോയി. ഭാര്യയൊക്കെ വിട്ടിട്ട് ഇപ്പൊ എവിടെ പോണം? എവിടെ പോണം? കാട്ടിൽ പോണം. ഇനി ഭാര്യ വരുമെന്ന് ആ സമയത്ത് രാമൻ അറിയില്ലല്ലോ. അറിയോ? ഭാര്യയും കൂട്ടി പോണം, ലക്ഷ്മണനും കൂട്ടി പോണം എന്നൊന്നും കൈകേയി പറഞ്ഞില്ല. നീ 14 വർഷം പോണം. എത്ര? അപ്പൊ 14 വർഷം ഭാര്യ കൂടെയുണ്ടോ ലക്ഷ്മണൻ കൂടെയുണ്ടോ എന്ന് ആർക്കറിയില്ല. ഇപ്പൊ രാമൻ അറിയില്ല. എന്നിട്ടും രാമൻ ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടും പറയുന്നത്, ഏയ് ഇതിലെന്താ ഒരു വിഷമം, ഇതിലെന്താ ഒരു ബുദ്ധിമുട്ട്, ഞാൻ അതിലൂടെ കടന്നു പോവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നവരെ തളർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? പറയൂ. അപ്പൊ ഇന്ന് ഭാര്യയാണോ ഒരു ഭർത്താവിന് പ്രശ്നം, ഭർത്താവാണോ ഭാര്യയ്ക്ക് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമല്ല. എന്നാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വളരാത്ത മനസ്സിന് പ്രശ്നമാണ്. വളരുന്ന മനസ്സിന് ആർക്കും ഒരു പ്രശ്നമല്ല. കാരണം എന്തു പ്രശ്നം വന്നാലും അതിനെ ദൈവനിശ്ചയമായി കണ്ട് നിസ്സാരതയോടെ കണ്ട് മറികടക്കാൻ അവർക്ക് സാധിക്കും. അനുഷ്ഠാനമുള്ളവർക്ക്. അനുഷ്ഠാനമില്ലാത്തവർക്കോ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിധിയായി കണ്ട്, തകർച്ചയായി കണ്ട്, തൻ്റെ ദുരന്തമായി കണ്ട് പ്രതിഷേധിച്ച് പൊട്ടിത്തെറിച്ച് അങ്ങനെ കടന്നു പോകാനും പറ്റും, ഇല്ലേ? അങ്ങനെ പൊട്ടിത്തെറിച്ച് പ്രതിഷേധിച്ച് വിഷമിച്ച് കരയുന്നവരെയാണ് നമ്മൾ കൂടുതലും സമൂഹത്തിൽ കാണുക. എങ്ങനെയുള്ളവരെ കാണില്ല? എങ്ങനെയുള്ളവരെ കാണില്ല? രാമനെ പോലെ പറയുന്നവരെ നമുക്ക് അങ്ങനെ സമൂഹത്തിൽ കാണാൻ പറ്റില്ല. പറ്റുമോ? എന്താ അതിലൊരു വിഷമെന്ന് പറയുന്നവരെ കാണാൻ പറ്റുമോ? എന്താ മിണ്ടാത്തത്? നമ്മുടെ കുട്ടികളെയൊക്കെ ആ അവസ്ഥയിലേക്ക് ആക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പറയൂ. ഇല്ല. നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായി എന്ത് വേണം? അനുഷ്ഠാനങ്ങൾ വേണം. ഇങ്ങനെ രാമനോട് പറഞ്ഞു. ഇത് കേട്ടപ്പം രാമൻ പറഞ്ഞു, ഹേയ്, അതിലെന്താ എനിക്കൊരു വിഷമമുള്ളത്? രാജ്യം ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു വിഷമവുമില്ല. രാജ്യം ഭരിക്കാൻ ഭരതൻ ധാരാളം മതി. ഞാൻ വാസ്തവത്തിൽ അമ്മയോട് നന്ദിയുള്ള ഒരാളാണ്. അതെന്താണ്? വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ രാജഭരണം പുത്രനും സുഖവാസം കാട്ടിൽ എനിക്കും തന്നില്ലേ. അപ്പൊ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തരാതിരുന്നത്. പ്രത്യേകിച്ച് ഒരു പണിയെടുക്കണ്ടല്ലോ കാട്ടിൽ. ഇവിടെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോ ആ അമ്മ എന്താ പറയാ? നീ എന്നെ ആക്കിയതല്ലേ എന്ന്. നീ എന്നെ ഒന്ന് ആക്കിയതല്ലേ. കാരണം നിന്നെ ഞാൻ കാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ നിങ്ങൾ ഇത്രയും സ്നേഹം എന്നോട് കാണിച്ചതിന് നന്ദിയുണ്ട് എന്ന്? അപ്പൊ നമ്മൾ എന്താ പറയാ? അതൊരു സ്നേഹമായിട്ടാണോ കാണുക? ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന പോലെ തോന്നുക ആണോ? അതായത് ഒരു ആക്കിയതുപോലെ, നിങ്ങൾ എന്നെ ഒന്ന് പരിഹസിച്ചതല്ലേ, എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ആണോ? എന്നാൽ രാമൻ അതൊന്നും ആ രീതിയിലൊന്നും അല്ല പറഞ്ഞത്. രാമൻ സത്യസന്ധ പറഞ്ഞത്. എനിക്ക് കാട്ടിൽ ഒരു പ്രത്യേകിച്ച് ജോലിയില്ല. എന്നിട്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെയൊന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് വനവാസം ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഞാൻ പോയതല്ലേ. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആരും ഈ കാര്യത്തിൽ ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഈ അച്ഛനുണ്ടല്ലോ അവിടെ കിടന്ന് അലറുന്ന എന്താ അറിയോ? നമുക്ക് ദശരഥനോടുള്ള ബഹുമാനം അവിടേക്കാണ് നഷ്ടപ്പെടുക. പറയാണ്, പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കുക നീ എന്നെ കെട്ടിയിട്ടിട്ട് ഈ രാജ്യം നീ ഗ്രഹിക്കണം. ദോഷം നിനക്കേതുമേ അകപ്പെടാ, നിനക്കൊരു ദോഷവും ഉണ്ടാവില്ല. അപ്പൊ രാമന്റെ തലയിൽ കൈവച്ചെന്ന രാമ നീ പോയി വരൂ, ഭരതന് രാജ്യം കൊടുത്തോളൂ എന്ന് പറയുന്ന ദശരഥനെ അല്ല നിങ്ങൾ കാണുക. ദശരഥൻ എന്താ പറയുന്നത്? നീ എന്നെ കെട്ടിയിട്ടിട്ട് എങ്ങനെങ്കിലും രാജ്യം കൈക്കലാക്കൂ കുട്ടിയെന്ന്. അപ്പൊ ആ ദശരഥന് രാമനോടുള്ള എന്താ അങ്ങനെ പറയാൻ കാരണം? ദശരഥന് രാമനോടുള്ള ആ ഒരു വാത്സല്യം, സ്നേഹം, പുത്രസ്നേഹം, അത് വിടാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പൊ താൻ കൊടുത്ത വരത്തേക്കാൾ വലുതായിട്ടാണ് ആരെ കാണുന്നത്? രാമനെയൊക്കെ കാണുന്നത്. താൻ കൊടുത്ത വരത്തിന് യാതൊരു മഹത്വം അയാൾ കാണുന്നില്ല. എന്നാൽ ഞാൻ കൈക്ക് 2 വരം കൊടുത്തു രാമ, വാക്കുകൾ പാലിക്കാൻ രാജാവ് ബാധ്യസ്ഥനാണ്, ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ് ഞാൻ, അല്ലേ? എനിക്ക് അങ്ങനെ ഒരു വരം കൊടുക്കേണ്ടി വന്നു. നീയും ആ വരത്തെ അനുസരിച്ച് എവിടെ പോണം? കാട്ടിൽ പോണം എന്ന് രാമനോട് ദശരഥൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബഹുമാനം കൂടുകയോ കുറയോ? എന്താ, കൂടുകയാണോ കുറയാണോ ചെയ്യാ? ഞാൻ 2 വരം കൊടുത്തുപോയി കയ്യേക്ക് ഇങ്ങനെ ഒരു സന്ദർഭത്തില്.
അന്ന് കൈകേയിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ കൈകേയി 2 വരം എന്നോട് ചോദിച്ചെന്നെ ഒന്ന് വിഷമിപ്പിക്കുകയാണ്. ശരി, ഞാൻ കൊടുത്തുപോയില്ല, എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ 1 ഭരതനെ ചക്രവർത്തിയാക്കണം, 2 നീ കാട്ടിപ്പോണം. രാമ, ഞാൻ അങ്ങനെ കൊടുത്തുപോയി. അവൾ അങ്ങനെ 2 വരം ചോദിച്ചു. അപ്പൊ രാമനാണെങ്കിൽ അതിന് വിരോധമില്ല എന്ന് പറയുമ്പോൾ ദശരഥൻ ആ പുത്രനെ ഓർത്ത് ദുഃഖിക്കുകയാണ് വേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത്? അങ്ങനെ ഒരു പുത്രനെ ഓർത്ത് നമുക്ക് എന്താ വേണ്ടത്? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കൊന്നും മിണ്ടാട്ടില്ല. അങ്ങനെ ഒരു പുത്രനെ ഓർത്ത് ദശരഥന്, നിങ്ങളാണ് ദശരഥന്റെ സ്ഥാനത്തെങ്കിൽ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? ദുഃഖിക്കും. കാരണം നിങ്ങളുടെ സ്വാർത്ഥത നഷ്ടപ്പെടുകയല്ലേ, അല്ലേ? കാരണം രാമൻ ഇങ്ങനെ ഒരു ദുർവിധി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചല്ലോ എന്നുള്ളൊരു വിചാരം ദശരഥൻ ഉണ്ടാവൂല്ലയോ? എന്നാൽ ഇവിടെ ആ ദശരഥനാണ്, നിങ്ങൾ പറയുന്ന ദശരഥനാണ് കാണുന്നത്. രാമൻ ഉദ്ദേശിച്ചത് തനിക്ക് ദുർവിധി ആരും ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം ഒരു ദൈവനിശ്ചയത്തിലൂടെ കടന്നു പോവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ ഒരു ബോധമുണ്ടല്ലോ, ദൈവനിശ്ചയം എന്നുള്ളത് എന്താണ്? ദൈവനിശ്ചയത്തിലൂടെ കടന്നു പോവാൻ നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ശരീരത്തിന് പല രോഗവും വന്നു. അത് നിങ്ങൾ ഈ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കും, ഈശാ അല്ലാഹ് എന്ന് പറയുന്നവര്. ദൈവനിശ്ചയം പോലെ നടക്കട്ടെ, കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വാക്ക്, ഈശാ അല്ലാഹ് അവര് പറയുന്ന ഒരു വാക്കാണ്. അപ്പോ അത് സത്യത്തിലുണ്ടല്ലോ, അവര് പറയുന്നത്, നമ്മുടെ പൂർവികർ അങ്ങനെ പറഞ്ഞു ശീലിച്ചിരുന്നു. എന്ത്? എല്ലാം ദൈവനിശ്ചയം എന്നുള്ളൊരു വാക്ക് പണ്ടുള്ളവര് പറഞ്ഞിരുന്നു. എല്ലാം ദൈവനിശ്ചയം, എല്ലാം ദൈവത്തിന്റെ നിശ്ചയം, അങ്ങനെ പറയാറില്ലേ? അങ്ങനെ ഒരു വാക്ക് ഉണ്ടോ ഇല്ലയോ? നമ്മളെ പണ്ടുള്ളവരങ്ങനെ പറയും, എല്ലാം ഒരു ദൈവനിശ്ചയം പോലെ നടക്കട്ടെ. അപ്പൊ ആ ഒരു ദൈവഹിതം പോലെ, ദൈവനിശ്ചയം പോലെ ഇത് നടക്കട്ടെ എന്ന് പറയണമെങ്കിൽ അത്രയും ഒരു മാനസിക ബലം വേണം. ഇത് പറയാൻ നമ്മൾ ശീലിക്കണം, വേണ്ടേ? രാമൻ അത് പറയാൻ ശീലിച്ചു. ആര് പറഞ്ഞില്ല? ദശരഥൻ പറഞ്ഞില്ല, ഞാൻ കാരണം നീ ദുഃഖം അനുഭവിക്കണല്ലോ, ഞാൻ കാരണം നിന്റെ അവസ്ഥ എങ്ങനെയല്ലോ രാമ, അതുകൊണ്ട് എന്നെ പിടിച്ചു കെട്ടി എത്രയും വേഗം രാജ്യം നീ ഏറ്റെടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ ദശരഥനോടുള്ള ബഹുമാനം കൂടുകയാണോ കുറയാണോ? ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദശരഥനോട് സ്നേഹം കൂടുക, കാരണം പുത്രവാത്സല്യം. വാസ്തവത്തിൽ ദശരഥനോടുള്ള സ്നേഹം കുറയുകയാണ്. അത് കഴിഞ്ഞിട്ട് രാമനെ വിളിച്ച് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ രാമ 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 എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. രാമനാണെങ്കിലോ അവിടെ നിന്നില്ല. രാമൻ പറഞ്ഞു കൈകേയി മാതാവിനോട്, എന്നാൽ ഞാൻ അമ്മയോടും സീതയോടും യാത്ര ചോദിച്ച് എത്രയും വേഗം വരാം എന്ന് പറയുകയാണ്. അങ്ങനെ കൗസല്യ മാതാവിൻ്റെ അടുത്ത് യാത്ര ചോദിക്കാൻ വേണ്ടി ആര് വരുന്നു? രാമൻ വരും. ആ രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാമൻ ഇങ്ങനെ പട്ടാഭിഷേകത്തിന് തയ്യാറായി, യുവരാജാവാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ തകിടം മറച്ചിലൊക്കെ ഉണ്ടായത്. ആ തകിടം മറതി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അമ്മയുടെ അടുത്തെത്തി. ഇനി അമ്മയോട് യാത്ര ചോദിക്കണം. അമ്മയാണെങ്കിലോ കാലത്തെണീറ്റ് പാവം വ്രതവും അനുഷ്ഠാനങ്ങളും തപസ്സും നാമജപവുമായിട്ട് മുഴുകിയിരിക്കുകയാണ്. അതായത് മകന്റെ പട്ടാഭിഷേകത്തിന് യാതൊരു വിഘ്നങ്ങളും സംഭവിക്കാതിരിക്കാൻ, ആ മകന് എല്ലാ ക്ഷേമവും ഐശ്വര്യവും കല്യാണവും ഉണ്ടാവാൻ വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയാൻ വേണ്ടിയിട്ടാണ് ആ അമ്മ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാമം ജപിക്കുന്ന കൗസല്യയുടെ അടുത്തേക്കാണ് ഇവിടെ രാമൻ എത്തിച്ചേരുന്നത്. അപ്പൊ രാമൻ എങ്ങനെയാണ് അമ്മയോട് യാത്ര ചോദിക്കുക? രാമൻ അറിയാം ഇത് താങ്ങാനുള്ള, ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ആർക്കുണ്ടാവില്ല? അമ്മയ്ക്കുണ്ടാവില്ല. അപ്പൊ അത് എങ്ങനെ അവതരിപ്പിക്കും അല്ലേ? ഇവിടെ ഒരു രസം കാണുന്നത്, അമ്മ തന്നെ രാമന്റെ മുഖത്തേക്ക് നോക്കി. രാമൻ ചെന്ന് ശബ്ദം ഉണ്ടാക്കിണ്ടാവും, ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയപ്പോ അമ്മ മുഖത്തേക്ക് നോക്കി. ആ മുഖം കണ്ടപ്പോഴേ അമ്മയ്ക്ക് പിടികിട്ടി കാര്യം. ആ മുഖത്ത് രാമൻ ഇങ്ങനെ സന്തോഷമൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് വായിച്ചെടുക്കാൻ പറ്റി. അതാണ് അവിടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. 990 ശ്ലോകങ്ങളിൽ നിങ്ങൾക്ക് കാണാം. എന്തൻ മകനെ മുഖം ഭുജം വാടുവാൻ ബന്ധമുണ്ടായതോ, പാരം വിശക്കയോ വന്നിരുന്നീടോ ഭുജിപ്പതീനാശു നീ എന്നു മാതാവോ പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ
അടക്കീരകൂവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. ഇതൊരു മനോഹര വരികളാണ്. നോക്കൂ, ഇതൊരു അമ്മയായാലും അല്ലേ, തൻ്റെ പുത്രൻ ഒരു നിമിഷം കൊണ്ട് തന്നിൽ നിന്നകന്ന് ഒരു ചെയ്യാത്ത തെറ്റിന് കാട്ടിലേക്ക് പോവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അമ്മ ഇങ്ങനെ സ്വപ്നം കാണാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ദശരഥ മഹാരാജാവിന്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞെങ്കിലും പെട്ടെന്ന് അദ്ദേഹം കൈകേയിയിൽ ആകർഷനായി. പിന്നെ കൈകേയിയുടെ ഭർത്താവായിട്ട് വസിക്കുമ്പോൾ ഒരു ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ ജീവിച്ച ആളാണ് ആര്? കൗസല്യ മാതാവ്. പിന്നെ കൊട്ടാരത്തിലായതുകൊണ്ട് ആരും ഇതൊന്നും പറയുന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളിൽ അങ്ങനെ ഇങ്ങോട്ട് മുഴുകി പോകുന്നതുകൊണ്ട് അറിയുന്നില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ ഡിപ്രഷൻ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികളാവുന്നത്. രാമനൊക്കെ കിട്ടി, സന്തോഷമായി. കാരണം വീണ്ടും ഒരു പ്രതീക്ഷകളായി. അതിനിടയ്ക്ക് മരുമകളും വന്നു, നല്ലൊരു മരുമകളെയും കിട്ടി. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ആ സന്തോഷത്തിന്റെ നാളുകൾ കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് യുവരാജ സ്ഥാനത്തിലേക്ക് രാമൻ വരുന്നത്. അപ്പം ഒരമ്മയെ സംബന്ധിച്ച് കുറച്ചുകൂടി തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മക്കൾക്ക് വേണ്ടി എന്തും നേടാൻ അമ്മമാർക്ക് അതിൽ കുറച്ചുകൂടിയും ഒരു സന്തോഷം വളരെ കൂടുതലായിരിക്കും. അത് അമ്മമാരുടെ ഒരു പ്രത്യേകതയാണത്. സ്നേഹവും വാത്സല്യവും കാരുണ്യവും ദയയും ഒക്കെ സ്ത്രീകളിൽ സഹജമാണത്. അപ്പൊ ഈ മകന് ഇത്രയും ഒരു സ്ഥാനമൊക്കെ കിട്ടുന്നതിൽ സന്തോഷത്തോടെ വ്രതനിഷ്ഠകൾ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം കേൾക്കുന്നത്. രാജഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, രാജ്യത്തിൽ നിന്ന് തന്നെ രാമൻ പുറത്തു പോകണം എന്ന ഒരു വാർത്ത ആ ഒരു കൗസല്യ മാതാവ് എങ്ങനെയായിരിക്കും കേൾക്കുക, എങ്ങനെ പ്രതികരിക്കണം? അപ്പൊ എന്തോ രാമന് ഉള്ളിൽ ഭയമുണ്ട്. എന്താ ഭയം? ഇതെങ്ങനെ അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? അപ്പൊ അത് ആ ചിന്ത രാമനെ അലട്ടുന്നത് കൊണ്ട് അമ്മയ്ക്കത് വായിച്ചെടുക്കാൻ പറ്റി. എന്തോ രാമൻ എന്നിൽ നിന്നും ഒളിപ്പിക്കുന്നുണ്ട്. അതാണ് എന്തൻ മകനെ മുഖംബുജം പാടുവാൻ. എവിടെയോ മകന്റെ മുഖത്ത് ഒരു കോട്ടം, ഒരു വിഷമത്തിന്റെ ദുഃഖത്തിന്റെ നിഴൽ ആര് കണ്ടുപിടിച്ചു? നിങ്ങൾ നോക്കൂ, ഇവിടെ ആ ഒരു സന്ദർഭം നോക്കൂ. നിങ്ങൾക്ക് ഈ കഥയെ നമ്മൾ വേറെ രീതിയിൽ കാണാം. കൗസല്യക്ക് അറിയില്ല ഇവിടെ കൈകേയിയുടെ അടുത്തേക്ക് രാമൻ പോയത്. ഉണ്ടോ? പക്ഷെ ഒരു കാര്യം കൗസല്യ മാതാവ് മനസ്സിലാക്കി. എർലി മോർണിംഗ് രാജാവിനെ കാണാൻ സുമന്ത്രര് രാമനെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തോ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന് ഊഹിക്കാൻ മാത്രമുള്ള സൂക്ഷ്മ ബുദ്ധി ആർക്കുണ്ടായിരിക്കും? അതാണ് ചില അമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം. അതാണ് ഇന്നിപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള അമ്മമാര് കുറവാണ്. ഇന്നിപ്പോ പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത അമ്മമാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പല അമ്മമാരുണ്ടല്ലോ കുറെ വ്രതനിഷ്ഠമുള്ളവരാവണം. ഈ നോക്കൂ, നിങ്ങൾ കൈകേയി 2 വരം ചോദിച്ചു മന്ദരയുടെ സ്വാധീനത്താൽ. ഭരതൻ വന്ന് എങ്ങനെ പ്രതികരിക്കുമെന്ന് പാവം കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ആർക്കുണ്ടായില്ല? ആ കൈകേയിക്കുണ്ടായില്ല. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഭരതന്റെ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഭരതനുമായിട്ട് അങ്ങനെ ഒരു കണക്ടിവിറ്റി, എന്നതിന് വൈബ് എന്ന് പറയും അല്ലേ? ഒരു വൈബ് കണക്ഷൻ ആർക്കുണ്ടായില്ല? കൈകേയിക്കും ഭരതനും തമ്മിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ കൗസല്യക്ക് ആരോടുണ്ട്? രാമന്റെ മുഖം വായിച്ചെടുക്കാനുള്ള കഴിവ്, രാമൻ ഒളിപ്പിച്ചു വെച്ച ദുഃഖത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായി? കൗസല്യക്കുണ്ടായി. അങ്ങനെയുള്ള ഒരു അമ്മമാരുടെ മക്കളുണ്ടല്ലോ വഴിതെറ്റുന്നത് വളരെ കുറവായിരിക്കും. ഇന്നിപ്പോ പല മക്കളും അമ്മയുടെ മുന്നിൽ ഒന്നും തുറന്നു പറയുകയില്ല, അമ്മയ്ക്കോട്ട് മനസ്സിലാക്കാനും പറ്റില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അമ്മമാര് ഇവൻ ഇത്രയും കാലം ലഹരി ഉപയോഗിച്ചിരുന്നോ, ഇവൻ ഇത്രയും കാലം വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ടായിരുന്നോ, ഇവൻ ഇത്രയും കാലം അതുണ്ടായിരുന്നോ. അപ്പൊ ഇത്രയും കാലം അവനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല, അവന്റെ പെരുമാറ്റത്തിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? ഈ തരത്തിൽ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഈ ജമ്മു കാശ്മീരിലൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പുതിയ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാല് തീവ്രവാദ പ്രവർത്തനത്തിന് കൂട്ടുനിന്നാൽ വീട് തന്നെ പൊളിച്ചു കളയും. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ 6 എണ്ണത്തിന്റെ വീടാ പൊളിച്ചത്. ആ സ്ത്രീകളൊക്കെ കൂടി പൊട്ടിക്കരയലും ബഹളവും ഒക്കെ ആയിട്ട്
അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റം പറഞ്ഞു, നിങ്ങൾ കരഞ്ഞുകൊണ്ട് യാതൊരു, ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ, മക്കൾ തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അവര് വേറെ ചില കൂട്ടുകെട്ട്, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? അപ്പം അമ്മമാരുടെ ജോലി അതും കൂടി ഉണ്ട് എന്ന് പറയുകയാണ്. അതായത് മക്കളുമായി അത്രയും ഒരു ആത്മാർത്ഥമായ ആത്മീയമായൊരു ബന്ധമുണ്ടാവണമെങ്കിൽ അതിന് ചില വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവണം. ഇതില്ലെങ്കിൽ ഇനി അപകടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, പല രാജ്യങ്ങളും, ഇപ്പൊ ഓസ്ട്രേലിയ തുടങ്ങിയ അയർലൻഡ്, പുതിയ പുതിയ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക്, അതായത് 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ രക്ഷിതാക്കൾക്കെതിരെ ശിക്ഷയാണ്. 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ അവരെ സോഷ്യൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. കാരണം കുട്ടികളുടെ ഇടയിൽ കുല മാനസിക പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട്. പല രാജ്യങ്ങളും, ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ നിയമം പാസ്സായി കഴിഞ്ഞാൽ കുറെ പൊട്ട അമ്മമാരുണ്ട്, രാവിലെ പ്രസവിച്ച പിറ്റേന്ന് മുതൽ ഇതിൻ്റെ ഇതാ കൊടുക്കുന്നത്. കാരണം ഇതിനെ എങ്ങനെ അടക്കി ഇരുത്താൻ ഈ ഒരു സാധനം വെച്ച് ഇരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോ നോക്കൂ നിങ്ങൾ, ഇതെങ്ങാനും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത അമ്മ അകത്തായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഓരോ രാജ്യത്തും ചില നിയമങ്ങൾ വരുമ്പോൾ കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ കൃത്യമായി കൊണ്ടു നടന്നില്ലെങ്കിൽ ആ കുട്ടികൾ കാരണം പിന്നീട് ദുഃഖിച്ച് ദുരിതം അനുഭവിച്ച് മാറേണ്ടി വരും, അല്ലേ? ഇതൊക്കെ പല രക്ഷിതാക്കളും അറിയുന്നില്ല പല കാര്യങ്ങളും. മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഇനിയുള്ള കാലം കുറച്ച് സമയം ഒരു ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടില്ലെങ്കിൽ, ചില വിവേക ബുദ്ധി നമുക്ക് ഇല്ലാതെ പോയാൽ ചില അപകടങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരും. പിന്നെ ദുഃഖിച്ചിട്ടും പരിഭവം പറഞ്ഞിട്ടും പ്രയാസപ്പെട്ടിട്ടും പറയൂ കാര്യമില്ല. മനസ്സിലാവുണ്ടോ? അവിടെയൊക്കെയാണ് നമുക്ക് കൗസല്യയോട് ബഹുമാനം വരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്തായിരിക്കും വിശ്വാമിത്ര മഹർഷി രാമനോട് പറഞ്ഞത് കൗസല്യ സുപ്രജാ രാമ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? എന്താ ദശരഥ സുപ്രജാ രാമ എന്ന് പറയാത്തതിന്റെ കാരണം എന്തായിരിക്കും? ആണുങ്ങൾ കൊള്ളരുതാത്തവരും പെണ്ണുങ്ങൾ നല്ലവരായതുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും? അച്ഛനല്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, അല്ലേ? എന്നിട്ടും അച്ഛന്റെ പേരല്ല പറഞ്ഞത്, കൗസല്യ സുപ്രജ എന്നാ പറഞ്ഞത്. എന്താ കാരണം? ഇതാവത് മിട്ടാത്തത്. ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ ഈ വിഷയമൊക്കെ പറഞ്ഞില്ലേ? എന്താണ് അങ്ങനെ ഒരു വരികൾ പറയാൻ കാരണം? കാരണം മകനുമായി ഒരു ആത്മീയ ബന്ധം ഉണ്ടായിരുന്നത് കൗസല്യക്ക് ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നില്ല? ദശരഥൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ആത്മീയ ബന്ധമുള്ളവർക്കേ ഉള്ളറിവുണ്ടാവുള്ളൂ, ഉൾകണക്ഷൻ ഉണ്ടാവും. അപ്പോഴേ മറ്റൊരാളുടെ മനസ്സിൽ നടക്കുന്ന അന്തർഗതങ്ങളെ, ഉൾവിചാരങ്ങളെ, മനോവിഭ്രാന്തികളെ, മാനസിക പ്രശ്നങ്ങളെ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? രാമന്റെ മനസ്സിൽ ചില വിഷമങ്ങൾ ഉണ്ടെന്ന് കൗസല്യക്ക് പറയാതെ അറിയാൻ സാധിച്ചു. പറഞ്ഞിട്ടില്ലേ? രാമന്റെ അക്ഷരം മിണ്ടിയില്ല. ഇതാരാ പറയുന്നത്? എന്തൻ മകനെ മുഖംഭുജം വാടുവാൻ എന്ന് പറയണമെങ്കിൽ ആ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? കൗസല്യക്ക്. പറഞ്ഞില്ലേ? രാമൻ പറഞ്ഞില്ല. പിന്നെ വിശന്നത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മാതാവിനോട് പറയാണ്, ഇപ്പോൾ ഭുജിപ്പാൻ പറ്റില്ല, ഇപ്പോൾ ഭക്ഷിക്കാനുള്ള സമയം, ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല, ക്ഷിപ്രം ആരണ്യവാസത്തിനു പോകണം. പിന്നെ കാര്യം പറഞ്ഞു. കേകയ പുത്രിക്ക് പിതാവ് 2 വരം കൊടുത്തു. 1 ഭരതനെ വാഴിക്കണം, 2 എന്നെ വനത്തിലേക്ക് അയക്കണം എന്ന്. ഇത് കേട്ടതും പിന്നെ അങ്ങോട്ട് ബോധം കെട്ട് വീഴുന്ന കൗസല്യയും പിന്നെ ആ ബോധത്തിൽ നിന്ന് ഉണർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എന്തിനാണ് അച്ഛൻ ഇത്രയും ഒരു ക്രൂരത നിന്നോട് ചെയ്തത്? ഭരതൻ വേണമെങ്കിൽ ചക്രവർത്തി കൊണ്ട്, അതിന് നീ എന്തിനാണ് കാട്ടിലേക്ക് പോകണം? നോക്കൂ, രാജമാതാവാൻ പോകുന്ന ആ അമ്മയുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിനേക്കാളുപരി അമ്മയ്ക്കുള്ള വേദന എന്താണ്? അമ്മയുടെ വേദന എന്താണ്? രാമൻ 14 വർഷം കാട്ടിപ്പോണമെന്നുള്ള ക്രൂരത എന്തിനാണ് രാമനോട് കാണിച്ചത്? ഇത്രയും ക്രൂരത രാമനോട് കാണിക്കേണ്ടതുണ്ടോ? രാമൻ ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്ന ഒരാളല്ല. എന്നിട്ട് എന്തിനാണ്? എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഇതിലേക്ക് പോയാൽ, കാട്ടിലേക്ക് പോയാൽ ഞാൻ ദണ്ഡധാരാലയത്തിന് പോയിടുവൻ എന്ന് പറഞ്ഞാലത്തെ അർത്ഥം, ഞാൻ ആത്മഹത്യ ചെയ്ത് മരിച്ച് ശരീരം ഉപേക്ഷിച്ച് കളയുന്ന പൈതലെ വേറിട്ട് പോയ പശുവിനെ ആദി പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അമ്മ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്, എന്ത് ചെയ്ത തെറ്റിനാണ് നിന്നെ രാജാവ് കാട്ടിലേക്ക്
അയക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ നിന്നോട് പോണെന്ന് പറഞ്ഞാൽ പോകരുതെന്ന് ഞാൻ പറയുന്നൊക്കെയാണ്. ഞാൻ നിന്നോട് പറയും പോകരുത്, നീ അതനുസരിക്കണം. ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് വളരെ പൊട്ടിക്കരഞ്ഞപ്പോൾ അവിടെ നമുക്ക് കാണാം അമ്മയുടെ ഈ വിഷമങ്ങൾ കണ്ട് പൊട്ടിത്തെറിക്കുന്ന ലക്ഷ്മണനെ, സ്വന്തം അച്ഛനെ കൗസല്യ മാതാവിന്റെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുന്ന ഒരു ലക്ഷ്മണനെ നിങ്ങൾക്ക് കാണാം. ലക്ഷ്മണനെ ഇതൊന്നും സഹിക്കാൻ സാധിച്ചില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, അച്ഛനെ അച്ഛനെ വിളിക്കുകയാണ് ഭ്രാന്തചിത്തം. എന്ന് വെച്ചാൽ എന്താണ് ഭ്രാന്തചിത്തം എന്ന് പറഞ്ഞാല്? മനോരോഗിയായി മാറിയിരിക്കുന്നു. ആര്? ഭ്രാന്തനായി മാറിയിരിക്കുകയാണ് അച്ഛൻ. ഭ്രാന്തചിത്തം, ജഡം, ചത്തുപോയ മനുഷ്യൻ, വൃദ്ധം, കിളവൻ നമ്മൾ പറയില്ലേ, കിളവൻ. പിന്നെ വധൂജിതം എന്ന് വെച്ചാൽ പെൺകോന്തൻ. സ്വന്തം അച്ഛനെ പറ്റിയ പേരുകൾ അതൊക്കെ. പിന്നെന്താണ്? ശാന്തേതരം, പ്രഭാഹീനം, ലജ്ജയില്ലാത്തവൻ, ചടപ്രിയൻ. എന്നിട്ട് ബന്ധിച്ചു താതനെയും പരിബന്ധികളെയും ഒക്കെ അന്തകൻ വീട്ടിലേക്ക് അയക്കുന്നു. എന്ന് വെച്ചാൽ അച്ഛനെ ഞാൻ തട്ടിക്കളയുന്ന, അച്ഛനെ തട്ടാൻ പോലും എനിക്ക് യാതൊരു പേടിയില്ല. സ്വന്തം അച്ഛനെ തട്ടിക്കളയുന്നു പറഞ്ഞ ആളാണ് ആര്? ലക്ഷ്മണൻ. എന്താ വരികളൊന്നും നിങ്ങൾ നോക്കൂ. അത്രയും ആ ദേഷ്യം തലയ്ക്ക് കയറിയിട്ട്, അതുകൊണ്ട് ബന്ധമില്ലേതെന്ന് ശോകിപ്പതിന്, ഏയ് രാമ, ഇവിടെ ഇരുന്ന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അമ്മയ്ക്കൊന്നും ദുഃഖം കൊടുക്കേണ്ട കാര്യമില്ല. ആ കിളവരെ തട്ടി, ആ കിളവന്റെ കൂടെ ഉള്ളവരെ തട്ടി നമുക്ക് രാജ്യമൊക്കെ ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്താം. ഈ രീതിയിൽ അത്യന്തം കോപിഷ്ഠനായി രാമനോടുള്ള വാത്സല്യം കൊണ്ട് ആ ദശരഥ പുത്രനായ ലക്ഷ്മണൻ മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പൊ കൈകേയിയുടെ മനസ്സ് വികൃതമായപ്പോൾ അതിലും വികൃതമായി ആരുടെ മനസ്സ്? കൈകേയി ദശരഥനെ ഫ്ലാറ്റ് ആക്കിയിട്ടുള്ളൂ. അയാൾ തളർന്ന് കിടക്കുകയാണ്. ഇത് ദശരഥനെ തട്ടാൻ പോലും ആര് തയ്യാറായി? സ്വന്തം പുത്രൻ തയ്യാറായി. അപ്പൊ ഇതിലൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനുഷ്യന് ബന്ധങ്ങളല്ല വലുത്, സ്വാർത്ഥതയാണ് വലുത്. മനുഷ്യന് ബന്ധങ്ങളല്ല വലുത്, അവനവന്റെ സ്വാർത്ഥതയാണ്. അപ്പൊ ആ സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ രാമനോടുള്ള ഒരു സ്വാർത്ഥ സ്നേഹം ലക്ഷ്മണനുണ്ട്. രാമൻ കാട്ടിൽ പോയി. അപ്പൊ ലക്ഷ്മണൻ ഇത്രയും പൊട്ടിത്തെറിക്കുന്നത് എന്താ കാരണം? ലക്ഷ്മണൻ ഇത്രയും കാലം ഈ ഇത്തിൽകണ്ണി പോലെ നിൽക്കുന്നത് ആരുടെ മേല്? ഇത്തിൽകണ്ണിക്ക് വളരണമെങ്കിൽ ഏതെങ്കിലും നിങ്ങളെ വീട്ടിൽ കയ്പ നട്ടു, പാവയ്ക്ക് അവിടെ കയ്പ നല്ല പറയാ അല്ലേ? കയ്പ നല്ല പറയാ അല്ലെ? ഇവിടെ അതല്ലേ പറയാ? ഈ കയ്പ നിങ്ങൾ നട്ടു. അപ്പൊ അതിന് വളർന്നു വരണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു കമ്പ് വെച്ച് കൊടുക്കണം, സപ്പോർട്ട് വെച്ച് കൊടുക്കണം അല്ലേ? ആ സപ്പോർട്ടിന്റെ മുകളിലാണ് പാവം ഇത് സ്പ്രിങ് ചുറ്റി പിടിച്ചു വരിക. അതിൻ്റെ ഇടയിൽ സപ്പോർട്ട് വീണു പോയാൽ ആ വള്ളി എന്ത് ചെയ്യും? അതിർന്ന് കരയും. ഇരുന്നിട്ട് ആരാകെയുള്ളൊരു പിടുത്തം രക്ഷപ്പെടും. ഇതുപോലെ ലക്ഷ്മണൻ ഈ വള്ളിയാണ്, കമ്പാണ് ആര്? രാമൻ. ഇപ്പൊ രാമൻ കാട്ടിൽ പോയി ഇവൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനേ. അപ്പൊ ഇരുന്ന് കരയില്ല, നിവൃത്തില്ല. ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചതിന് കാരണം ഈ ദശരഥനാണ്. അയാൾ പെൺകോന്തനായതുകൊണ്ടാണ്. ആ പെണ്ണ് പറയുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ തന്നെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ രാമൻ നഷ്ടപ്പെടുമോ എന്നൊരു പേടി ആർക്ക്? ലക്ഷ്മണന്. രാമൻ നഷ്ടപ്പെടുക പറഞ്ഞാൽ 14 വർഷം ഇനി രാമന്റെ കൂടെ എനിക്കിത് ഇരിക്കാൻ പറ്റില്ല. രാമൻ ഇല്ലാത്തൊരു അയോധ്യയിൽ ഞാൻ ഇരിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അച്ഛനും ഇല്ലാത്തൊരു അയോധ്യയിൽ ഞാൻ ഇരിക്കണം. ഈ ഭരതനായിട്ട് അത്ര ഒരു കണക്ഷൻ ലക്ഷ്മണൻ അത്രയും ഉണ്ടാവണമെന്നില്ല. കാരണം കൂടുതലും ശത്രുഘ്നനും ലക്ഷ്മണനും ഭരതനും തമ്മിലാണ് ഒരു കണക്ഷൻ ഉള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വിഷമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയാണ് ഇവിടെ ലക്ഷ്മണനിൽ നമ്മൾ കാണുന്നത്. ഓരോ കഥാപാത്രത്തെയും ആഴത്തിലിരുന്ന് പഠിക്കുമ്പോണ്ടല്ലോ, ഓരോരുത്തരുടെയും സ്വാർത്ഥതയ്ക്ക് കിട്ടുന്ന ചില വേദനകള്, മുറിവുകള്, അത് അവരുടെ സ്വഭാവത്തെ തന്നെ സ്വാധീനിക്കുന്നു. എന്നാൽ സ്വാർത്ഥതയെ മാറ്റി ദൈവഹിതമായി കാണുന്ന രാമനെ ഇതൊന്നും അവർക്ക് പറയൂ ബാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിലേത് തലത്തിൽ നിൽക്കണം? സ്വാർത്ഥതയുടെ പക്ഷത്ത് നിൽക്കണോ?
കേട്ടില്ല. സ്വാർത്ഥതയുടെ പക്ഷത്ത് നിൽക്കണോ, ദൈവഹിതത്തിന്റെ പക്ഷത്ത് നിൽക്കണോ? ഏത് പക്ഷത്ത് നിൽക്കണം? അത് പറയാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട്? ഇന്ന് മുതലെങ്കിൽ അത് നിന്ന് പരീക്ഷിക്കണം. അത് പരിശീലിക്കണം എന്ന് പറയാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? നന്നായി. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്ത് നമുക്ക് കാല് വെക്കാം. ഒന്നുകിൽ സ്വാർത്ഥതയിൽ, അല്ലെങ്കിൽ ദൈവഹിതം. ഇത് ദൈവനിശ്ചയം. മനസ്സിലായില്ലേ? ഇത് ദൈവനിശ്ചയമാണ്, ദൈവഹിതമാണ് എന്ന് പറയാനുള്ള ഒരു ആരെ പോലെ പറയണം? രാമനെ പോലെ. അപ്പൊ നമുക്ക് എന്തു പറയാം? രാമൻ എന്താ പറഞ്ഞത്? രണ്ടു വരങ്ങൾ ചോദിച്ചപ്പോ കേട്ടപ്പോ രാമൻ എന്താ പറഞ്ഞത്? ഇതിനെന്താ ഒരു വിഷമം, ഇതിനെന്താ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ള ഒരു എന്ത് കിട്ടും? മനോബലം നമുക്കും നേടിയെടുക്കാൻ സാധിച്ചാൽ രാമായണത്തിലൂടെ അറ്റ്ലീസ്റ്റ് നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഒരു അല്പം ഒരു വെളിച്ചം നേടിയെടുത്തൂടെ? വേണോ? പറയൂ. ഇതിനാണ് രാമായണം നമ്മൾ പഠിക്കുന്നത്. ഇതാണ് രാമായണത്തിന്റെ മഹത്വം. അപ്പൊ നോക്കൂ, ഇത് വെറും ഒരു ഇതിഹാസമല്ല, ഇത് വെറും ഒരു കഥയല്ല. ഇത് മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കണം എന്നത് നമ്മുടെ മുന്നിൽ വെളിച്ചത്തിൽ നല്ല വൃത്തിയായിട്ട് കൃത്യമായി കാണിച്ചു തന്ന് തിരഞ്ഞെടുക്കാൻ ഒരു അവസരം തരികയാണ്. നമുക്കും പൊട്ടിത്തെറിച്ച് കരഞ്ഞ് ബഹളം വെച്ച് അങ്ങനെയും ജീവിക്കാം, ദശരഥനെ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ലക്ഷ്മണനെ പോലെ ആവാം, അല്ലെങ്കിൽ നമുക്ക് രാമനെ പോലെ ദൈവഹിതമായി കണ്ട് ഇതിനെല്ലാം നിസ്സാരതയോടെ കണ്ട് കടന്നു പോവാനും സാധിക്കും. ആ തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് മനസ്സിന് ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. താനെ മനസ്സത് പറയില്ല. നിരന്തര പരിശീലനത്തിലൂടെ മനസ്സിനെ ആക്കിയെടുത്താൽ ഒരു ദിവസം നമുക്കും പറയാം, ഇതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം ഇതെല്ലാം ഒരു ദൈവനിശ്ചയമായ ജീവിതത്തിൽ വന്ന് നിന്ന് കടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്തിനാണ് ഇതിലൊക്കെ അസ്വസ്ഥത ആവേണ്ടത് എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ സാധിക്കും. അപ്പൊ മനസ്സിലുള്ള ഒരു വലിയ യുദ്ധം, മനസ്സിലുള്ള ഒരു വലിയ പ്രക്ഷുബ്ധത, മനസ്സിലുള്ള വലിയൊരു പൊട്ടിത്തെറി നമുക്ക് തന്നെ ശാന്തമാക്കാൻ, സ്വസ്ഥമാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഈ തരത്തിൽ ഒരു പരിവർത്തനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ രാമായണത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള കഥയൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നോക്കാം.